നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മ നിറവിൽ തുടർന്നും വചനങ്ങളെ പഠിക്കാം. അപ്പോസ്തല നടപടികൾ 19-ാം അധികാരം, അതിനുടെ സ്തോത്രം 5-6 വാക്യങ്ങൾ സ്തോത്രം നമുക്കൊരുമിച്ച് വീണ്ടും വായിക്കാം. അപ്പോസ്തല നടപടി 19-ാം അധികാരം 5-6 2 വാക്യങ്ങൾ എല്ലാവരും എടുക്കണം. ഒന്ന് ചേർന്ന് നമുക്ക് വാസിക്കണം. എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. ഇനി ഒരു 2 വാക്യം കൂടെ എപ്പടി വായിക്കാം. ഇങ്ങനെ വായിക്കുമ്പോൾ ഒരു ഗുണം കൂടെ ഉണ്ട്, തൂക്കം വരത്തുമില്ല. നമുക്ക് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. കയ്യോ ഉയർത്തി ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അപ്പോസ്തല നടപടി 9-ാം അധികാരം 17-ാമത് വാർത്ത കൂടെ ഒന്ന് വായിക്കാമോ? അപ്പോസ്തല നടപടി 9-ാം അധികാരം, അതിനുടെ 17-ാമത് വചനം കൂടി എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോസ്തല നടപടി 9-ാം അധികാരം 17-ാമത് വാക്യം. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം 2 വാക്യം നമ്മൾ വായിച്ചു. എഫെസോസിലുള്ള ശിഷ്യന്മാര് പരിശുദ്ധാവിൻ അഭിഷേകത്തെ പ്രാപിക്കുന്നത് പൗൽ കൈവച്ച് ജപിക്കുമ്പോഴാണ്. ഇവിടെ പൗൽ പരിശുദ്ധാവിൻ അഭിഷേകം പ്രാപിക്കുന്നത് അനന്യ കൈവച്ച് ജപിക്കുമ്പോഴാണ്. കരമേർത്തി ഹല്ലേലൂയ പറയാം. ഇനി തിമോത്തിയോസ് എപ്പോഴാണ് ആമേൻ ദീർഘദർശനവും കൃപാവരവും പ്രാപിച്ചതെന്ന് தெரியுமா? 1 തിമോത്തി 4-ാം അധികാരം 14-ാമത് വചനം. 1 തിമോത്തിയോസ് 4-ാം അധികാരം 14-ാമത് വചനം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും എടുക്കണം. 1 തിമോത്തിയോസ് 4-ാം അധികാരം 14-ാമത് വാക്യം. എല്ലാവരും എടുത്തു എന്ന് വിശ്വസിക്കുന്നു. പുതിയ ഏർപ്പാടിൽ അവസാന ഭാഗങ്ങൾക്ക് മുമ്പാണ് 1 തിമോത്തിയോസ് 4:14. ഓക്കെ, എടുത്തെന്ന് നനയ്ക്കുന്നു. ചേർന്ന് വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ തിമോത്തിയൊക്കെ കൃപാവരം കിടക്കുന്നത് മൂപ്പരാകിയ സംഘക്കാർ കയ്യെ വെച്ച് ജപിക്കുമ്പോഴാണ്. ആമൻ പൗലുക്ക് ആമൻ കൃപാവരം പരിശുദ്ധാവിൻ നിറവ് കിടക്കുന്നത് സ്തോത്രം അനന്യാസ് കൈവച്ച് ജപിക്കുമ്പോഴാണ്. എഫേസോസിലെ ശിഷ്യர்கள் അന്യഭാഷകൾ പെற்றுകൊള്ളുന്നത് പൗൽ കൈവച്ച് ജപിക്കുമ്പോഴാണ്. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പടിയാണെങ്കിൽ ഈ 3 വാർത്തകളിൽ നിന്ന് ഒരു കാര്യം ഉറുതിപ്പെടുത്താം. ആമൻ ഊളിയർകൾ കൈകൾ വെച്ച് ജപിക്കുമ്പോൾ പരിശുദ്ധാവിൻ അഭിഷേകം കിടക്കും. കൈ ഉയർത്തി കർത്താവിന് മഹിമയെ കൊടുക്കാം. സ്തോത്രം. ഓക്കെ, ഒരു ചിലർക്ക് കൃപാവരം കിടക്കും, ഒരു ചിലർക്ക് ദർശനങ്ങൾ, വെളിപ്പാടുകൾ, ദീർഘദർശനപരം, അന്യഭാഷകളൊക്കെ കൈകളെ വെച്ച് ജപിക്കുമ്പോൾ കിടക്കും. നാളെ നമ്മൾ അപ്പടിപ്പെട്ട ഒരു ഊളിയം ചെയ്യും. കർത്തർ അനേകരെ നിറയ്ക്ക് പോകുകയാണ്. സന്തോഷമുള്ളവർ കൈ ഉയർത്തി ഹല്ലേലൂയ. നാളെ കണ്ടിപ്പാ കർത്തർ അനേകരെ വേർതിരിക്കും. നിങ്ങൾ എല്ലാവരും ആയത്തമായി കണ്ടിപ്പാ നാളെ വരണം. അതുവരെയുള്ള ഈ സെക്ഷനുകൾ വചനം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പോകുവാനാണ് ആശപ്പെടുന്നത്. ഓക്കെ, പ്രിയ ദൈവമക്കളെ, ഈ കൈകൾ വെച്ച് ജപിച്ചപ്പോഴാണ് എനിക്ക് അഭിഷേകം കിടക്കുന്നത്. സ്തോത്രം. 2005-ാം ആണ്ട് അന്ന് ഞാൻ വേദാഗമ കല്ലൂരിയിൽ 3-ാമത് വർഷം പഠിക്കുകയാണ്. 2005-ാം ആണ്ട് ഡിസംബർ മാസത്തിൽ കൊല്ലകടവ്, മാവേലിക്കര പക്കത്തിൽ കൊല്ലകടവ് എന്ന് പറയുന്ന ഒരു ഊരിർക്ക് അങ്ങേ ഒരു കൺവെൻഷൻ കൂട്ടം നടക്കുമ്പോൾ അന്നേക്ക് ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളകളെല്ലാം കൺവെൻഷൻ കൂട്ടത്തേക്ക് പോയി. അങ്ങേ ഷിബു മാലം എന്ന് പറയുന്ന ഒരു ഊളിയക്കാരൻ വന്നിരുന്നു. ഷിബു മാലം. ഈ ഊളിയക്കാരൻ സാക്ഷി ചൊല്ലി അതുക്ക് പിൻപ് കൈവച്ച് ജപിക്കുമ്പോഴാണ് എനിക്ക് അഭിഷേകം കിട്ടുന്നത്. കൈ ഉയർത്തിയ കർത്താവിനെ മഹത്വം കൊടുക്കും. അപ്പം ഈ ഊളിയക്കാരൻ അന്ന് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഷിബു മാലം എന്ന് പറയുന്ന ഈ പാസ്റ്റർ മിമിക്രിക്കാരനായിരുന്നു. മിമിക്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, വായി കൊണ്ട് സംഗീത ഉപകരണങ്ങളുടെ തബല, വയലിൻ അങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ അനുകരിക്കും. ഫിലിം സ്റ്റാറുകളുടെ
ശബ്ദങ്ങൾ അനുകരിക്കും. അരസാംഗ നേതാക്കന്മാരുടെയൊക്കെ ആമൻ ശബ്ദങ്ങൾ അനുകരിക്കും. പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു ഷിബു എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹം കോട്ടയം മണ്ണർകാട് എന്ന് പറയുന്ന ഒരു പകുതിയിൽ ആയിരങ്ങൾ കൂടുന്ന ഒരു പ്രോഗ്രാം വേദിയിൽ മിമിക്രി ആക്ട് ചെയ്യുവാനായി ക്ഷണനം ലഭിച്ചു. ആ സമയം ഈ മനുഷ്യൻ സെലക്ട് ചെയ്തത് കേരളത്തിലെ പെന്തക്കോസ്തുകാരുടെ അന്യഭാഷ മിമിക്രി ചെയ്യുവാനായി, ആക്ട് ചെയ്യുവാനായി ഇദ്ദേഹം സെലക്ട് ചെയ്തു. അതിനുവേണ്ടി ഊളിയക്കാര് കൂട്ടങ്ങൾ നടത്തുന്നിടത്ത് പോയി അന്യഭാഷ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ കേട്ട് കുറേയൊക്കെ പേപ്പറിൽ ഇങ്ങനെ എഴുതി. എന്നിട്ട് താൻ അത് വീട്ടിൽ വന്ന് പാരഡി എഴുതാൻ തുടങ്ങി. ഈ ട്യൂണിൽ ഈ നമ്മൾ ആരാധിക്കുന്ന രീതിയും പ്രാസവും ആക്ഷനുകളൊക്കെ ഇയാൾ പഠിച്ചു വെച്ചിട്ട് ഇയാൾ അതിൻ്റെ പാരഡി എഴുതി. പാരഡി എന്ന് പറയുമ്പം പല പല മുത്തേ, സ്ലൈഡേ, ബ്ലൈഡേ, എവർ റെഡി, നിപ്പോ, നോവീനോ, ഉജാല, സുജാല, തുള്ളി നീലം, ആമൻ, പച്ചില, പഴുത്തല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാരഡി എഴുതി. അന്യഭാഷയെ പരിഹസിക്കുവാനായി ഇങ്ങനെ പാരഡി എഴുതി. ഇത് സ്പീഡായി പറയുമ്പം നമ്മൾ അന്യഭാഷ ആരാധിക്കുന്നത് പോലെയൊക്കെ തോന്നും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇദ്ദേഹം പാരഡി എഴുതി. ഇത് കാണാതെ പഠിക്കുമ്പോൾ ഒരു ദീർഘദർശിയായ ഒരു ആൻറ്റി, ആമൻ, അവർക്ക് പരിശുദ്ധാവി ദർശനം കാണിച്ചിട്ട് ഇവരുടെ വീട്ടിൽ വന്ന് ഷിബു മാലത്തിനെ വിളിച്ചു. അപ്പോൾ അപ്പനാണ് വരുന്നത്. മകൻ വെളിയെ പോയിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ ദൈവദാസി പറഞ്ഞു, നിങ്ങളുടെ മകനോട് പറയണം പരിശുദ്ധാവിക്കെതിരെ പേസരുത്, പരിശുദ്ധാവിയെ പരിഹസിക്കരുത്. നീ അപ്പടി ചെയ്താൽ നീ ചെയ്യുന്ന ആ സ്റ്റേജിൽ കർത്തർ നിന്നെ തൊടും എന്ന് ദേവൻ ഒരു ആലോചന തന്നിട്ടാണ് അത് ചൊല്ലുവാൻ ഞാൻ ഇവിടെ വന്നത്. കൈ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ സ്തോത്രം. ഇത് പറഞ്ഞിട്ട് ആ ആൻറ്റി പോയി. ദൈവമക്കളെ, കുറച്ച് ടൈം കഴിഞ്ഞ് മകൻ വന്നപ്പോൾ അപ്പൻ ഷിബു ബ്രദറിനോട്, ഈ മകനോട് പറഞ്ഞു, മോനെ, പരിശുദ്ധാവിക്കെതിരെ നീ പേസരുത്, പേസിയ ദേവൻ നിന്നെ ആ പേസുന്ന വേദിയിൽ തൊടും, ഇപ്പടി ഒരു കർത്തൃദാസി പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. അന്ത മകൻ അതിനെ പരിഹസിച്ച് തള്ളി. അതിന് ശേഷം ആയിരങ്ങൾ കൂടുന്ന ഈ വലിയ പ്രോഗ്രാം വേദിയിൽ മൈക്കെടുത്ത് അനൗൺസ് ചെയ്തു, കേരളാവിലെ പെന്തക്കോസുകാരുടെ അന്യഭാഷ ഞാനിപ്പോൾ മിമിക്രിയായി ആക്ട് ചെയ്യാം. ഉടനെ ജനം കൈയടിച്ചു, ബിസിലടിച്ചു, പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഇദ്ദേഹം മൈക്ക് അങ്ങോട്ട് വായോട് അടുപ്പിച്ചതും തല ചുറ്റാൻ തുടങ്ങി. സ്തോത്രം. നാക്കിറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ കോഴിയുടെ കഴുത്ത് കണ്ടിച്ചിട്ട് ഡ്രമ്മിലിടുമ്പോൾ കിടന്ന് പിടയ്ക്കുന്നത് പോലെ ഷിബുമാലം താഴെ വീണ് പിടയ്ക്കാൻ തുടങ്ങി. സംഘാടകർ കർട്ടനിട്ടു. സ്തോത്രം. ആളുകൾ ഓടിക്കയറി വന്നു. ഷിബു ബ്രദറിനെ വണ്ടിയിൽ കയറ്റി കടൈസിയിൽ വീട്ടിലെത്തിച്ചു. സംസാരശേഷി നഷ്ടപ്പെട്ട് താൻ ഊമനായി മാറി. ആമൻ. അങ്ങനെ ഈ മകൻ സ്തോത്രം പേനയും പേപ്പറും കൊണ്ടുവന്ന് എഴുതി കാണിച്ചു, പപ്പ എന്നോട് ക്ഷമിക്കണം. ആമൻ. പാസ്റ്റർമാരെ വിളിച്ച് 3 നാൾ എനക്കായി ഉപവാസ ജപം നടത്തണമെന്ന് എഴുതി കാണിച്ചു. ചൊല്ലുവാൻ നാക്കില്ല. കയ്യോ ഉയർത്തി കർത്താവിനെ മുഖത്ത് കൊടുക്കുക. അങ്ങനെ സ്തോത്രം, ഊളിയക്കാർ വന്നു. 3 നാൾ ഉപവസിച്ച് ജപിച്ചു. ആന ഇന്ന് മകനക്ക് വിടുതൽ കിടച്ചില്ല. 3-ാമത്തെ ദിവസമായിട്ടും വിടുതൽ കിട്ടാതെ വന്നപ്പോൾ ഈ സഹോദരൻ വീണ്ടും ഇങ്ങനെ കണ്ണീരോടെ എഴുതി കാണിച്ചു. സ്തോത്രം. യേശു എൻ്റെ പാപം ക്ഷമിച്ച് എൻ്റെ നാവെ തിരിച്ചു തന്നാൽ ഇനിയുള്ള നാൾക്കൾ മുഴുവൻ ഈ നാക്കുകൊണ്ട് ഞാൻ യേശുവെ പ്രസംഗിക്കും. എഴുതി കാണിച്ചു. സ്തോത്രം. ഇത് കണ്ടപ്പോൾ ഊളിയക്കാരെല്ലാം പിന്നെയും കൈ കോർത്ത് പിടിച്ച് കണ്ണീരോടെ ജപിക്കാൻ തുടങ്ങി. കർത്തരെ, ഇന്ന് പിള്ളയോട് മന്നിക്കണമേ, അറിയാത്ത കാലത്തെ ക്ഷമിക്കണമേ. ഇവർകൾ ഇങ്ങനെ കണ്ണീരോടെ അഴുതു ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, പരിശുദ്ധാവിൻ വല്ലമേ இந்த മകനുക്കുള്ളേ ഇറങ്ങി. നിങ്ങൾക്ക് തെരിയുമാ, ഒറിജിനൽ അന്യഭാഷ പേശിക്കൊണ്ട് നാവ് വെളിയെ വന്നു. ഹല്ലേലൂയ. ഈ സഹോദരൻ ഈ സാക്ഷ്യം
പറഞ്ഞതുക്ക് പിൻപ് പരിശുദ്ധാവിயின் അഭിഷേകം പ്രാപിക്കാൻ ആശയുള്ളവർ മുന്നാടി വാങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനും എന്നോട് കൂടെ ഉണ്ടായിരുന്ന കുറേ സഹോദരന്മാരും ഓടി മുന്നിലേക്ക് ചെന്നു. സ്തോത്രം. ഞാൻ ഇപ്പോഴും എനിക്ക് ജ്ഞാപകമുണ്ട്. ആമേൻ. പരിശുദ്ധാവിயின் അഭിഷേകത്തെ പെറ്റുകൊള്ളുവാൻ ആശയുള്ളവർ വാ എന്ന് പറഞ്ഞ് ഊളിയക്കാരൻ കൂപ്പിട്ടപ്പോൾ സ്തോത്രം, ഞങ്ങൾ കുറേ പേര് മുന്നോട്ടേക്ക് പോയി. കുറേ പേര് സന്ദേഹപ്പെട്ട അങ്ങേ നിന്നു. സന്ദേഹപ്പെട്ട അങ്ങേ നിന്നവരാരും ഇന്ന് ഊളിയത്തിൽ ഭയപ്പെടുത്തപ്പെടുന്നില്ല. പുരിയുന്നവർ കയ്യോ ഉയർത്തി ഹല്ലേലൂയ. ആന എല്ലാ വെക്കവും മറന്ന് ഓടി മുന്നോട്ട് പോയ എല്ലാവരെയും ഇന്ന് വല്ലമയായി കർത്തർ ഭയപ്പെടുത്തുകയാണ്. കരങ്ങളെ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കല. സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ട ദൈവപിള്ളകളെ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉங்களிടത്തിൽ ആമേൻ സ്നേഹത്തോടെ പറയട്ടെ. പരിശുദ്ധ ആവിയനുടെ അഭിഷേകം നമുക്കുള്ള വ്യാപരിക്കുമ്പോൾ ആശയോടെ സ്തോത്രം കാത്തിരിക്കുന്നവരെ കർത്തർ നിറയ്ക്കാൻ വല്ലമയുള്ള ദേവന. നമ്പിക്കയുള്ളവർ കരങ്ങളെ അടിച്ച് റിബലഘടകന ബലം ഇന്ന് രാത്രി ദേവനക്ക് മഹിമയെ കൊടുക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റിബലഘടകന ബലം കൊച്ചു നേരം അപ്പടിയെ നല്ല ഉത്സാഹമാ കയ്യെ അടിച്ച് വൈഡപ്രഭാന ദീപൽഘമാന വൈശന ബലഘടകന ബലം. നന്ദി ആവിയാണവരേ, നന്ദി ആവിയാണവരേ, നന്ദി ആവിയാണവരേ. ഉമക്ക് സ്തോത്തിരമപ്പാ, 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 സ്തോത്തിരമപ്പാ. ഉമക്ക് സ്തോത്തിരമാണ്ടവരേ, സ്തോത്തിരമാണ്ടവരേ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ പരിശുദ്ധ അഭിഷേകത്തിനാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ എല്ലാവരെയും നിറയ്ക്കപ്പോകയാൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആമേൻ, പരിശുദ്ധ ആവിயின் അഭിഷേകം കൈവെപ്പിനാൽ കിടക്കും. ഇങ്ങനെ ഞങ്ങൾ ഓടി മുന്നിലേക്ക് ചെന്നു. ഞാൻ ഓടിച്ചെന്നപ്പോൾ അന്ന് ഊളിയക്കാരൻ ഇങ്ങനെ പറഞ്ഞു, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ രക്തം ജയം, ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ എന്തെങ്കിലും കർത്തരെ സ്തുതിക്കുന്ന പദങ്ങൾ പറഞ്ഞുകൊണ്ട് കൈ തട്ടി പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, മുഴുവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് കൈയടിച്ച് ആമൻ യേശുവിൻ രക്തം ജയം, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആരാധിക്കുന്ന സമയം ഒരു പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ചു. ദൈവമക്കളെ, ഉച്ചം തല മുതൽ ഉള്ളങ്കാൽ വരെ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു ശക്തി എൻ്റെ മേലേക്ക് പാഞ്ഞു. എൻ്റെ കൈ ആരോ അടുപ്പിക്കണത് പോലെ എനിക്ക് തോന്നി. സ്തോത്രം. ഞാൻ നൃത്തം വെച്ച് ആരാധിച്ചു. അന്നാദ്യമായിട്ട് എനിക്ക് അഭിഷേകത്തിൻ്റെ വല്ലമയെ കർത്തർ തന്നു. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. പരിശുദ്ധാവിൻ നിറവ്. അതിക്ക് മുമ്പ് ഞാൻ 15 വയസ്സ് വരെ RC പോലെ യാക്കോബായ ചർച്ച് എന്ന് പറയും, അവിടെ ഞാൻ കുർബാന കണ്ടു നിന്നപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഈ ശക്തി അനുഭവിച്ചിട്ടില്ല. അതിനുശേഷം ബ്രദറൻ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയിൽ ഞാൻ വചനം പഠിച്ചിട്ടുണ്ട്. അവിടെ ആരാധിക്കുമ്പോഴും ഈ ശക്തി ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ എന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആമൻ പൂർണ്ണ ഹൃദയത്തോടെ വിട്ടുകൊടുത്ത് ആവിയിൽ ആരാധിക്കുന്ന സമയം അഭിഷേകം പ്രാപിച്ച ഊഴിയர்கள் തലയിൽ കൈവച്ചപ്പോൾ ആമൻ പൗലുക്ക് അഭിഷേകത്തെ കർത്തർ പകർന്നതുപോലെ എന്മേൽ പരിശുദ്ധാവിൻ വല്ലമയെ ദേവൻ പകർന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ജനിച്ച് 56ാമത് നാൾ മുതൽ, ഞാൻ പിറന്ന് 56ാമത് ദിവസം മുതൽ ഈ അഭിഷേകം പ്രാപിച്ച 18 വയസ്സ് വരെ എൻ്റെ ശരീരത്തിൽ അടിക്കടി വ്യാധി വരുമായിരുന്നു, രോഗങ്ങൾ വരുമായിരുന്നു. 4 വയസ്സ് വരെ മുടങ്ങാതെ എല്ലാ ദിവസവും 3 നേരം എൻ്റെ മമ്മി എനിക്ക് മരുന്ന് തരുമായിരുന്നു. 4 വയസ്സിന് ശേഷം 18 വയസ്സ് വരെ അടിക്കടി വർഷത്തിൽ 1 തടവ് 2 തടവൊക്കെ കഠിനമായി രോഗം വന്നിട്ട് ആശുപത്രിയിലൊക്കെ പലപ്പോഴും കിടന്നിട്ടുണ്ട്. 28-30 കോഴ്സ് ഇഞ്ചക്ഷനുകളൊക്കെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്, അഡ്മിറ്റായി കിടന്നുകൊണ്ട്. ദൈവമക്കളെ, ആമേൻ, എൻ്റെ ശരീരം മൊത്തം അസ്ഥി പഞ്ചരമായിരുന്നു. ഞാൻ നേറ്റിൽ നിങ്ങളെ കാണിച്ചു തന്നല്ലേ, ഇങ്ങനെ എല്ലും തോലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് പോലെ. സ്തോത്രം. കാണിച്ചു തന്നായിരുന്നോ? ഇല്ലേ? സ്തോത്രം. ഞാൻ തന്നെന്ന് ഓർത്ത്. ഓക്കെ. അതായത് ഒരു സമയത്ത് സ്തോത്രം ഇങ്ങനെ അസ്ഥികളൊക്കെ പറക്കി എടുക്കാമായിരുന്ന രീതിയിലായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു 22 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്, പാസ്റ്റായ ശേഷം തന്നെ കണ്ട ഇങ്ങനെയൊക്കെയാണ് ഇരുന്നത്. വളരെ എല്ലും തോലുമായി ഈ ഷർട്ടൊക്കെ ഊരിക്കഴിഞ്ഞ അസ്ഥിക്കൂടം എലുമ്പും കൂടും മുഴുവൻ കാണാം. അവൻ കാണാൻ പറ്റുന്നോ?
ഇത്രയൊക്കെ കണ്ടാൽ മതി. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇങ്ങനെ എല്ലാം തള്ളി ഉന്തി, കാരണം എന്നും അസുഖം വരും, എപ്പോഴും വ്യാധികൾ വരും. സ്തോത്രം. അങ്ങനെ ഒരുപാട് മാത്രകൾ ചാപ്പിട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് അവർ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരല്പം ബെറ്റർ ആവും, ഒന്നും നന്നായി വരുമ്പോൾ പിന്നെയും വ്യാധി വരും. ഇങ്ങനെ 18 വർഷങ്ങൾ വേദാഗമ കല്ലൂരിയിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് അവസാനമായി ഞാൻ ആശുപത്രിയിൽ ആ വിഷയത്തിൽ കയറിയത്. എന്നാൽ ദൈവമക്കളെ, ഈ ബൈബിൾ എൻ്റെ നെഞ്ചോട് വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് പറയട്ടെ, സ്തോത്രം. ആമൻ. 18ാമത് വയസ്സിൽ അഭിഷേകം പ്രാപിക്കാൻ വാഞ്ചിയുള്ളവർ മുന്നോട്ട് വാന്ന് പറഞ്ഞ അഭിഷിക്തൻ വിളിച്ചില്ലേ കൺവെൻഷൻ കൂട്ടത്തിൽ? അപ്പോൾ ഞാൻ ചെന്നെന്ന് പറഞ്ഞില്ലേ? ആ സമയം പാപങ്ങൾ അറുക്കയിട്ട് ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഊളിയക്കാരൻ കൈവച്ചെന്ന് പറഞ്ഞില്ലേ? അന്ത ടൈമിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരു വല്ലമ ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കൈ ആരോ അടുപ്പിക്കുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ? അത് വെറും വല്ലമയായിരുന്നില്ല. പിറന്ന 56ാമത് നാൾ മുതൽ 18 വയസ്സ് വരെ എൻ്റെ ഉടമ്പിനെ ബന്ധിച്ച വ്യാധിയിൽ തായ്വേര് അറുത്തുകൊണ്ടാണ് അന്ന് അഭിഷേകം എന്മേൽ ഇറങ്ങിയത്. ഇന്ന് എനിക്ക് 36 വയസ്സുണ്ട്. അതൊക്കെ ശേഷം ഇന്ന് വരെ ഒരു ആശുപത്രി അഡ്മിറ്റ് ആകാൻ എൻ കർത്തർ ഇടവരുത്തിയിട്ടില്ല. ഇന്ന് രാത്രി ഉണ്മയോടെ ഞാൻ പറയുന്നു, ആവിൻ വല്ലമേ എല്ലാ ദുഃഖത്തെയും അഴിക്കും. ഇന്ന് രാത്രി ആശപ്പെട്, എന്നെ അഭിഷേകത്താൽ നിറയ്ക്ക വേണം അപ്പാ എന്ന്. അതുകൊണ്ട് ആരാധനയിൽ വിടുതൽ നടക്കും, ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും, ആരാധനയിൽ സൗഖ്യങ്ങൾ നടക്കും. പൈശാചിക കോട്ടകൾ തകരും, ഇരുട്ടിന്റെ ബന്ധനങ്ങൾ അഴിയും. യേശുവിന്റെ മഹത്വം പരിശുദ്ധാവിൻ അഗ്നിയിൽ അഭിഷേകം ഇറങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് എങ്കിൽ കൂട്ടം നടക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കൈയടിച്ച് കർത്തരെ തുതിച്ചിട്ടേ ഇരിക്കണം. കർത്തരുടെ ആവിയാണവർ ഏതു നിമിഷവും ഉങ്ങളെ തൊടും. ഹല്ലേലൂയ. ഉങ്ങളുടെ വാഴ്ക്കയിൽ വിടുതലുകൾ നടക്കും. ഉണ്മയിൽ എനിക്ക് വ്യാധിയിൽ നിന്ന് വിടുതൽ ഉണ്ടാകാനല്ല ഞാൻ പോയത്, പക്ഷെ പാപങ്ങൾ അറുക്കയിട്ട് ആവിയാണവരെ എന്നെ നിറയ്ക്കണേ എന്ന് ജപിച്ചപ്പോൾ ആവിയാണവരെ നിറവ് വന്നപ്പോൾ ഞാൻ ആമൻ ജപിക്കാത്ത ആ വ്യാധിയും കെട്ടെ കർത്തർ അഴിച്ചുവിട്ടു. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മുതലാവത് ദേവനുടെ രാജ്യവും നീതിയും തേടുമ്പോൾ നമുക്ക് തേവയാണവകളെ കർത്തർ തരികയും ചെയ്യും. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ജപിക്കാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് വിഷയം എന്ന് പറയുന്നത് വീടിനേക്കാൾ, കാറിനേക്കാൾ, വസ്തുവകകളെക്കാൾ, ഈ ഉലകത്തിലെ ബാക്കി എന്തിനേക്കാൾ ആമൻ സർവ്വവല്ലമയുള്ള ദേവ ആവിയൻ ആമൻ സ്നാനം പ്രാപിക്കുവാൻ പരിശുദ്ധ ആവിയനുടെ സ്നാനത്തുക്കായി അഭിഷേകത്തുക്കായി ജപിക്കണം. കയ്യോ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. അതുകൊണ്ടാണ് യേസപ്പ ചൊല്ലിയത്, നീങ്ക യെരൂശലേമെ വിട്ട് വാങ്ങിപ്പോകാമൽ എന്നിടത്തിൽ കേൾവിപ്പെട്ട പിതാവിൻ വാഗ്ദത്തം നിറവേറാൻ കാത്തിരുങ്ങളെന്ന് കട്ടിളയിട്ടത്. യോവാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. ഉങ്ങൾക്കോ ഇനി ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാവിയിനാലെ സ്നാനം ലഭിക്കുമെന്ന് കർത്തർ കട്ടിളയിട്ടത്. അതുകൊണ്ടാണ്. കരങ്ങളെ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കാം. ഓക്കെ പ്രിയപ്പെട്ട ദൈവപ്പിള്ളകളെ, അപ്പോൾ പരിശുദ്ധാവിൻ അഭിഷേകം കൈവെപ്പിനാൽ കിടക്കും. ഇത് വ്യാപരിക്കുമ്പോൾ വ്യാധികൾ വിട്ടുമാറും, നോയികൾ അടിയും, അത്ഭുത സൗഖ്യങ്ങൾ ആമൻ ആവിൻ അഭിഷേകം വരുമ്പോൾ. അതുകൊണ്ട് മലയാളത്തിൽ നമ്മളൊരു പാട്ടൊക്കെ എങ്ങനെ പാടും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, ബാധകളൊഴിയും കോട്ടകൾ തകരും. ഓ ബന്ധനമഴിയും കെട്ടുകളഴിയും, ബാധകളൊഴിയും കോട്ടകൾ തകരും. അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം. ഓ അപ്പോസ്തലർ രാത്രികാലേ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം. ഓ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ. ഓ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും. ഓ രോഗം മാറും, ക്ഷീണം മാറും. ഓ മൺകുടമുടയും തീ കത്തിയിടും ആരാധനയും. ഓ രോഗം മാറും, ക്ഷീണം മാറും. ഓ മൺകുടമുടയും തീ കത്തിയിടും.
ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കും ആത്മനാഥൻ യേശുവിനെ. ഓ ആരാധിക്കുന്നേ ഞങ്ങൾ, ആമേൻ. ആത്മാവിലും സത്യത്തിലും. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഈ ആരാധനയെങ്കിൽ രോഗം മാറും, ക്ഷീണം മാറും, ബന്ധനമഴിയും, കെട്ടുകൾ അടിയും, മൺകുടം ഉടയും. മൺകുടം ഉടയെന്ന് പറഞ്ഞാൽ വീട്ടിലെ കല ഉടയൊന്നല്ല, മൺപാത്രം നമ്മുടെ ശരീരമാണ്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ ശരീരത്തിൽ വ്യാപരിക്കുന്ന അന്യായ കെട്ടുകളൊക്കെ ഉടയും. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ചിലരുടെ മനസ്സിൻ്റെ മസ്തിഷ്കത്തിൽ അവൻ്റെ ബുദ്ധി കൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉടച്ച് ദൈവഹിതത്തിലേക്ക് അവൻ വരും. ഹല്ലേലൂയ. മൺകുടം ഉടയും, നമ്മുടെ ചിന്തകളെല്ലാം ഉടയും. അവൻ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന കെട്ടുകളൊക്കെ ഉടയും, തീ കത്തിയിടും. പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം നമ്മുടെ അകത്തുണ്ടാകും. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അത് വരുമ്പോൾ അശുദ്ധികളെല്ലാം ചാമ്പലായിടും. ഹല്ലേലൂയ. ദുഷ്ടന്റെ ശക്തികളെല്ലാം ഉടഞ്ഞു മാറിയിടും. ഓക്കെ ദൈവമക്കളെ, ആമേൻ. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം ഇങ്ങനെ കൈവെപ്പിനാൽ നമുക്ക് ലഭിക്കും. ഇനി ഞാൻ പറയട്ടെ, സ്തോത്രം. ഈ അന്യഭാഷ, അതായത് പരിശുദ്ധാവിൻ അഭിഷേകം ഇങ്ങനെ കൈവയ്ക്കുമ്പോൾ അന്യഭാഷകളായിട്ടാണല്ലോ കിട്ടുന്നത്. അതൊരു അടയാളമായിട്ടാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. അതിനാണ് നമ്മൾ 3 വാക്യം വായിച്ചത്. സ്തോത്രം. അപ്പോസ്തല നടപടികൾ 2-ാം അധികാരത്തിലും ആമേൻ 10-ാം അധികാരത്തിലും 19-ാം അധികാരത്തിലും പരിശുദ്ധാവി ജനങ്ങളുടെ മേൽ വന്നു. ഉടനെ അവർകൾ അന്യഭാഷകളെ പേശി കർത്തർക്ക് മഹിമയെ കൊടുത്തു എന്നാണ് നമ്മൾ 3 വാക്യത്തിലും വായിച്ചത്. ഇനി ഈ അന്യഭാഷ എന്ന് പറയുന്നത് വെറുതെ കലപില പറയുന്നതല്ല, ദേവനുക്ക് മഹിമയെ കൊടുക്കുന്നതാണ്. കരമേർത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അന്യഭാഷ എന്ന് പറയുന്നത് എന്താണ്? ദേവനുക്ക് മഹിമയെ കൊടുക്കുന്നതാണ്. അത് അപ്പോസ്തല നടപടി 10-ാം അധികാരം 45-ാമത് വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കതുകൂടെ ഒന്ന് വായിച്ചിട്ട് ആമേൻ ഒന്നുകൂടെ തിരിച്ചു വരാം. അപ്പോസ്തല നടപടി 10-ാം അധികാരം 45-ാമത് വാക്യം നമുക്കൊരുമിച്ചൊന്ന് വായിക്കാമോ? 10-ാം അധികാരം 45-ാം വാക്യം. 1 2 3 സ്റ്റാർട്ട്. അപ്പം മനസ്സിലായല്ലോ, അന്യഭാഷ എന്ന് പറയുന്നത് കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നീങ്ക അതേ പെരുസായി എടുക്കരുത്. സ്തോത്രം. ബൈബിൾ പറയുന്നു അന്യഭാഷകളിൽ പേശി ദേവനെ പുകഴ്ത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സ്തോത്രം, അന്യഭാഷ ദേവനെ പുകഴ്ത്തുവാൻ കൂടി ഉള്ളതാണെന്ന് മറക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അന്യഭാഷ പേശുമ്പം എന്നതാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് தெரியுமா? നമ്മൾ അന്യഭാഷ പേശി ആരാധിക്കുമ്പം അതിൽ എന്നെ നടക്കും. നമുക്ക് അതുക്കായി 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 4-ാമത് വാക്യം നമുക്കൊരുമിച്ച് വായിക്കാമേ. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 4-ാമത് വചനം എല്ലാവരും എടുക്കുക. അന്യഭാഷ പേശുമ്പോൾ എന്നെ നടക്കും. 1 കൊരിന്ത്യർ 14:4 എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ശബ്ദമുയർത്തി വായിച്ചേ. ഒരുമിച്ച് വായിക്കണം. സഹോദരന്മാരും സഹോദരിമാരും ഒരുമിച്ച്. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ അന്യഭാഷ പേശുമ്പോൾ എന്നെ നടക്കും. നമ്പർ 1 ദേവനെ പുകഴ്ത്തും. നമ്പർ 2 ഇങ്ങനെ പറയുന്നു നമുക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അന്യഭാഷയിൽ പേസുகிறവൻ തനിക്കേ ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. യാർക്ക്? പേസുന്നവനുക്ക്. ആണ് ദീർഘദർശനം ഉരയ്ക്കുന്നവൻ യാർക്ക്? സഭയ്ക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവൻ എനക്ക് ഭക്തിവിരുദ്ധി ഉണ്ടെങ്കിലല്ലേ ആമൻ ഞാൻ സഭയിൽ നിൽക്കുമ്പോൾ സഭയ്ക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാകൂ. കൈ ഉയർത്തി കർത്തർക്ക്. എനക്കൊരു ഭക്തിവിരുദ്ധി ഇല്ലാതെ ഞാൻ ഇങ്ങനെ നിന്ന ഉങ്ങൾക്ക് എന്നെ ഭക്തിവിരുദ്ധി വരാനാ? കൈ ഉയർത്തി കർത്താവിന് മഹിമ കൊടുക്കുക. സ്തോത്രം. അപ്പോ മുതലാവത് ഓരോ ദേവപിള്ളകളും അഭിഷേകത്തെ പെട്ടുകൊള്ളണം. ഹല്ലേലൂയ. നീങ്ക പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെട്ട് അന്യഭാഷ പേസുമ്പോൾ ഉങ്ങൾക്ക് എന്നെ ഉണ്ടാകും? ഭക്തിവിരുദ്ധി ഉണ്ടാകും. அதுக்கு பின்பு நீங்க சபைக்ககத்தோ உங்களோட வீட்டுக்குள்ளேயோ ദേശത്തുക്കുള്ളയോ കാൽ വെച്ചാൽ അവർക്കും ഭക്തിവിരുദ്ധി ഉണ്ടാകും. അതിനാലാണ് പരിശുദ്ധാവി വന്നിടത്ത് മുതലാവത് ദീർഘദർശനമല്ല കൊടുത്തത്. എന്നതാണ് മുതലാവത് കൊടുത്തത്?
അന്യഭാഷയാ കൊടുത്തത്. ഹല്ലേലൂയ. കാരണം അവനവനുക്ക് ഭക്തിവൃദ്ധി മുതലാവത് കിടക്കണം. അതുക്ക് പിൻപ് ആമൻ സഭ, ദേശം എല്ലാവരും ഭക്തിവൃദ്ധി അടയണം. കൈ ഉയർത്തി കർത്താർക്ക് മഹിമ കൊടുക്കുക. ശരി, ഇതിനുடைய അർത്ഥം கொஞ்சம் കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതിന് ഞാൻ ഉங்களிടത്തിൽ ഒരു കേൾവി കേൾക്കാം. അന്യഭാഷയിൽ പേസുகிறവൻ തനിക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. അതിനുடைய അർത്ഥം എന്ന് വെച്ചാൽ, ഓക്കെ, അന്യഭാഷ വരം കിടച്ചവർ ഒന്ന് കൈയെ ഉയർത്തിക്കേ. അന്യഭാഷയിൽ ആരാധിക്കുവതർക്ക് കൃപ കിട്ടിയവരെ, ഓക്കെ, നിറയെ പേരുണ്ട്. ഓക്കെ, ഞാൻ ഉങ്ങളുടെ ഇടത്തിൽ ഒരു കേൾവി കേൾക്കട്ടെ. നീങ്ക സ്തോത്രം മാനസികമായി ரொம்ப സോർന്നിരിക്കുന്ന ടൈം, മുന്നേറ മുടിയില്ല എന്ന് നനയ്ക്കുന്ന ടൈം, മനസ്സെല്ലാം ഒത്തിരി കഷ്ടമായിരിക്കുന്ന ടൈം, ഉടമ്പിലെല്ലാം ബലഹീനം ഇരിക്കുന്ന ടൈം, ഒരു ഊളിയക്കാരൻ ഉങ്ങളുടെ മേൽ കൈവച്ച് ജപിക്കാതെ തന്നെ നീങ്ക സഭയ്ക്കുള്ളിലോ വീട്ടുക്കുള്ളിലോ തനിയായി ഇരുന്ന്, ഒരു വേള സഭയിലാകാം, ഒരു വീട്ടിലാകാം, നീങ്ക തനിയായി ഇരുന്ന് ഇങ്ങനെ കൈ തട്ടി കൊഞ്ച നേരം അന്യഭാഷ പേശി തുതിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് அந்த മനസ്സിനുടെ സോർവ് മാറി ഒരു ബലം കിടക്കുന്നത് പോലെ, ശരീരത്തിന്റെ വേദന മാറുന്നത് പോലെ, എനക്ക് മുന്നേറ മുടിയുമെന്നൊരു നമ്പിക്ക കിടക്കുന്നത് പോലെ വാഴ്ക്കയിൽ ഒരു മുറയെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കയ്യെ തൂക്കി ഹല്ലേലൂയ പറയും. പാരുങ്ക, മുന്നാടി അന്യഭാഷ ഉണ്ട് എന്ന് കൈ തൂക്കിയ അത്തனை പേരും ഇപ്പൊ കൈ തൂക്കി കർത്തരെ തുതിച്ചത് കണ്ടോ? അപ്പൊ അന്യഭാഷ ഇല്ലാത്തവരെ നിങ്ങൾ ഒരു കാര്യം നല്ല പുരിയണം. അന്യഭാഷ കിടച്ചവർകൾ പറഞ്ഞൊരു കാര്യം കണ്ടോ? അവരുടെ വാഴ്ക്കയിൽ സോർന്നിരിക്കുന്ന ടൈം, ബലഹീനപ്പെട്ടിരിക്കുന്ന ടൈം, അവർ അന്യഭാഷ പേശി ആരാധിക്കുമ്പോൾ ഒരു ഊളിയക്കാരൻ കൈ തൊടാതെ തന്നെ അവർക്ക് ബലം കിടക്കുന്നു. അത് താൻ ബൈബിൾ ചൊല്ലിയത്. അന്യഭാഷയിൽ പേശുகிறവൻ തനിക്കേ ഭക്തിവിരുദ്ധി ഉണ്ടാക്കും. പുരിയുന്നവർ കയ്യെ തട്ടി അന്യഭാഷയിൽ റിബല കിടക്കും. അന്യഭാഷ ഇരിക്കുന്നവർ അന്യഭാഷ പേശി ആരാധിച്ചോ. ഇല്ലാത്തവർ ഹല്ലേലൂയ പേശി കൈ തട്ടി റിമന ഘടകന ബല കൊഞ്ച നേരം അപ്പടിയേ ആരാധിക്കാം. നന്ദി ആവിയാണവരെ, നന്ദി ആവിയാണവരെ. അന്യഭാഷയിൽ പേശുന്നവന് ഭക്തിവിരുദ്ധി ഉണ്ടാകും. അന്യഭാഷയിൽ പേശുന്നവന്റെ വിശ്വാസം വളരും. അന്യഭാഷയിൽ പേശുന്നവന് ആവിക്കൂറിയ ബലം கிடைக்கும். ഓ റിബല ഘടകന ബല ഹന്തര ഘടകന ബല റീബൽ കമ ധുരാണ ബ ധുരാണ ബല ബരബ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരമേർത്തെ കർത്താവിന് മഹിമയെ കൊടുക്കാം. അന്യഭാഷയിൽ പേസുகிறവൻ തനിക്ക് എന്നെ ഉണ്ടാക്കുന്നു, ഭക്തിവിരുദ്ധി ഉണ്ടാക്കുന്നു. അതുകൊണ്ടാ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്തോത്രം, ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നവർക്ക് വലിയ ധൈര്യമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. ചേർന്ന കർത്താവിൻ്റെ മകത്ത് കൊടുക്കും. ഇത് ഞാൻ ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാട്ടിത്തരട്ടെ. സ്തോത്രം. അന്യഭാഷ വരുവതற்கு മുൻപ് ശിഷ്യர்களுടെ അവസ്ഥ, അന്യഭാഷ വന്നതിന് ശേഷം ശിഷ്യർക്കുണ്ടായ മാറ്റം, ഇത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അന്യഭാഷ കിടക്കുന്നതിന് മുമ്പ് ശിഷ്യர்கள் എപ്പിടിയിരുന്നു? മുതലാവത്, എല്ലാവരും ബൈബിൾ എടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധികാരം 19-ാമത് വചനം നമുക്ക് ഒരുമിച്ചെടുക്കാം. അന്യഭാഷ കിടക്കുന്നതിന് മുമ്പ് ശിഷ്യர்களுടെ അവസ്ഥ ശൂന്യലയപ്രയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ 20:39. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധികാരം 39-ാമത് വചനം. ഓക്കെ, എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. സോറി, 39 അല്ല കേട്ടോ, 19. സോറി 39 അല്ല, 19 വായിച്ചോളൂ. മതി മതി മതി. സ്തോത്രം. ഈ വാരത്തിൻ മുതൽ നാളാകിയ അന്തേ ദിനം സായങ്കാല വേളയിൽ, സ്തോത്രം, ശിഷ്യர்கள் കൂടിയിരുന്ന ഇടത്ത് യാരെ ഭയന്നതിനാൽ? യൂതർക്ക് ഭയന്നതിനാൽ. കൈ ഉയർത്തി കർത്താവിന് മഹിമയെ കൊടുക്കുക. അപ്പൊ ദേവപിള്ളകളെ, ഈ വാരത്തിൻ മുതൽ നാൾ എന്ന് പറയുന്നത് യേസപ്പ ഉയിരോട് എഴുന്നേറ്റ ദിവസമാ. യേശു ഉയിരോട് എളുമ്പി ആ ദിവസം പോലും ബൈബിൾ ചൊല്ലുന്നു ശിഷ്യர்கள் ഭയന്ന് കഥകെ പൂട്ടിയിരുന്നു. അപ്പൊ உங்களுக்கு புரியாதா? അന്യഭാഷ കിടക്കുന്നതിന് മുമ്പ് യേശുവിൻ ശിഷ്യர்கள் എപ്പടിയിരുന്നു? ഭയമുള്ളവരായിരുന്നു. കയ്യോ ഉയർത്തിയ ദൈവത്തിന് നമുക്ക്. അപ്പൊ ഞാൻ ഉണ്മയോടെ പറയാം, നീങ്ക എത്തന
നാള് ചർച്ചയ്ക്ക് വന്നാലും ഉങ്ങളുടെ ഭയം മാറില്ല. ഭയം മാറണമെങ്കിൽ ചർച്ചയ്ക്ക് വരികയും വേണം, പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെടുകയും വേണം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അപ്പൊ இந்த ശിഷ്യர்கள் യേശുവിൻ കൂടെ നടന്നു. ആന പരിശുദ്ധാവി അന്നേക്ക് അവരുടെ മേൽ വന്നിട്ടില്ല. യേസപ്പ ഉയർത്തെഴുന്നേറ്റ ദിവസവും ആവിയാണവർ അവരുടെ മേൽ വന്നിട്ടില്ല. അതിനാൽ അവർ ഭയന്ന് കതകെ പൂട്ടിയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. പരിശുദ്ധാവീൻ അഭിഷേകം കിടച്ചില്ല എങ്കിൽ എന്നാണ് പ്രശ്നം? മത്തായിയുടെ സുവിശേഷം 26-ാം അധികാരം 69 മുതൽ 72 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 69 മുതൽ സ്തോത്രം 72 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാമോ? സ്തോത്രം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോ. അപ്പൊ എത്ര മുറ ഇപ്പം മറുതലിച്ചു? 2 മുറ ഇല്ലേ? 2 വാക്യം നമ്മളിവിടെ വായിച്ചു. അതിന്റെ അടുത്ത വചനത്തിൽ 3ാമത് മുറ മറുതലിക്കുന്നത് എഴുതിയിട്ടുണ്ട്. കൈ ഉയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കുക. അപ്പൊ പേതറ് സ്തോത്രം എത്ര മുറ കർത്തരെ മറുതലിച്ചു പറഞ്ഞു? 3 മുറ. പേതർ ആര്? യേശുവോടുകൂടെ ഞാൻ മരിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ ശിഷ്യനാ. ആ വാക്യം കൂടെ ആ അധികാരത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിനുടെ 26-ാം അധികാരം 35-ാമത് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. 26, 35. 1 2 3 സ്റ്റാർട്ട്. ഉങ്ങളോട് കൂടെ മരിക്കേണ്ടി വന്നാലും എന്നെ ചെയ്യില്ല. നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്ത് എന്നൊക്കെ പറയും. ഒരു കുഞ്ഞു പോരാട്ടം പറയുമ്പോൾ കർത്തരേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നെഞ്ചത്തടിക്കും. കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കുക എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് പേതറും. സ്തോത്രം. ഉന്നോടുകൂടെ മരിക്ക വേണ്ടി വന്നാലും ഞാൻ എന്നെ ചെയ്യില്ല, ഉന്നെ മറുതലിക്ക മാട്ടേനെന്ന് ചൊല്ലിയ ആമൻ പേതറ് 3 മുറ അന്ത മനിതനെ ഞാൻ അറിയുന്നില്ലെന്ന് ശപിക്കവും സത്യം പണ്ണവും തുടങ്ങിയെന്നാ കീഴെ എഴുതിയിരിക്കുന്നത്. കൈ ഉയർത്തി ദൈവത്തിന് മഹിമയെ കൊടുക്കും. അപ്പോൾ உங்களுக்கு എന്നെ മനസ്സിലായി? യേശുവിൻ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യൻ പേതർ പോലും യേസപ്പാവെ മറുതലിച്ചു. അപ്പടിയാണ് പരിശുദ്ധാവിയൻ അഭിഷേകവും അന്യഭാഷ വരവും കിടക്കാതിരുന്ന നാം എവളോ അധികം. യേശുവിൻ കൂടെ 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യൻ ഇപ്പിടിയാണ്, പിന്നെ നമ്മൾ എവളോ അധികം. കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കാം. അതുകൊണ്ടാണ് യേസപ്പ കട്ടിളയിട്ടത് എല്ലാവരും പരിശുദ്ധാവിയെ പെട്ടുകൊള്ളണം. അന്ത പരിശുദ്ധാവി വന്നപ്പോഴാണ് അവർകൾ എന്നെ പേസിയത്, അന്യഭാഷ പേസിയത്. അന്യഭാഷ പേസിയപ്പോൾ അവർക്ക് എന്നെ ഉണ്ടായി? ഭക്തിവിരുദ്ധി ഉണ്ടായി. കൈ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പോൾ അന്യഭാഷ പേസുവதற்கு മുമ്പ് നമ്പർ 1 ശിഷ്യர்கள் ഭയമുള്ളവരായിരുന്നു. നമ്പർ 2 യേസപ്പാവെ വരെ അവർ മറുതലിച്ചു. നമ്പർ 3 യോഹന്നാന്റെ സുവിശേഷം 21-ാം അധികാരം 3ാമത് വചനം എല്ലാവരും എടുക്കുക. ആമേൻ. പരിശുദ്ധാവിയൻ അഭിഷേകവും അന്യഭാഷയും കിടക്കുവதற்கு മുൻപ് ഇവർകൾ എന്നെ ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധികാരം 3ാമത് വചനം 21:3 എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് വാസിக்கலாம். 1 2 3 സ്റ്റാർട്ട്. പേതർ എന്നെ ചൊല്ലിയാലും ശിഷ്യர்கள் പറയും ഞാങ്ങളും കൂടെയുണ്ട്. പേതറും ആദ്യം ചൊല്ലി ഉങ്ങളോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളി പറയത്തില്ല. ശിഷ്യர்களுം അപ്പടി തന്നെ പറഞ്ഞു. ഇപ്പൊ ശീമോൻ പേതർ എங்கே പോണു? ഏസപ്പ പേതറുവെ കാത്തപ്പോത് മുതലാമത് പാത്തപ്പോ ഒരു കാര്യം പറഞ്ഞു. എന്നതാ? ഉങ്ങളെ ഞാൻ എന്നാ ആക്കും? മനിതനെ. എന്നിട്ട് ഇപ്പൊ എங்கே പോണു? 3.5 കൊല്ലം യേശുവിൻ കൂടെ നടന്ന് ഏസപ്പ കടലിൻ്റെ മീതെ നടക്കുന്നത് കണ്ടു.
യേസപ്പ മറുരൂപമലയിൽ രൂപാന്തരപ്പെടുന്നത് കണ്ടു. കുഷ്ഠരോഗികളെ സുഖമാക്കുന്നത്, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നത്, തളർന്നവരെ എഴുന്നേൽപ്പിക്കുന്നത്, പക്ഷപാത രോഗിയെ എഴുന്നേൽപ്പിക്കുന്നത്, കുരുട്ട് കണ്ണുള്ളവന്റെ കണ്ണു തുറക്കുന്നത്, സ്തോത്രം, വരണ്ട കൈയുള്ള മനുഷ്യനെ സുഖമാക്കുന്നത്, കൂനയായ സ്ത്രീയെ നിവർത്തുന്നത്, 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീയെ ഒരൊറ്റ സ്പർശനം കൊണ്ട് വിടുവിക്കുന്നത്, 6000 ഭൂതം ബാധിച്ച മനുഷ്യന് ഒരു വാക്കുകൊണ്ട് സൗഖ്യം കൊടുക്കുന്നത്, കാറ്റിനെയും കടലിനെയും അടക്കുന്നത്, കടലിന്റെ മീതം നടക്കുന്നത്, നയീൻ പട്ടണത്തിലെ സ്തോത്രം വിധവയുടെ മരിച്ച മകനെ ഉയർപ്പിക്കുന്നത്, പള്ളി പ്രമാണിയായി ആയിറോസിന്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്നത്, മരിച്ചു നാറ്റം വെച്ച് 4 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന ലാസറിനെ ഒരു ഒറ്റ വാക്കുകൊണ്ട് വിളിച്ച് വെളിയെ വരുത്തുന്നതടക്കം 10,000 അടയാളങ്ങൾ, അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നത് സ്വന്തം കണ്ണാലെ കണ്ട് സ്വന്തം കാതുകൊണ്ട് കേട്ടിട്ട് കടൈസയിൽ ഈ ശിഷ്യர்கள் ചൊല്ലുകയാ, ഞാൻ മീൻ പിടിക്കാൻ പോവാ. പുരിയതാ കൈ ഉയർത്തി ദൈവത്തിന് മഹിമയെ കൊടുക്കാം. ഈ വളവിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും പാത്തിട്ടും ശിഷ്യர்கள் കടൈസയിൽ പിൻവാങ്ങിപ്പോയി. പ്രിയപ്പെട്ട ദൈവപിള്ളകളെ, പരിശുദ്ധാവിயின் അഭിഷേകത്തെ പെറ്റുകൊള്ളുന്നില്ല എങ്കിൽ ഇங்கே നമ്മൾ എത്ര കാലം കൂട്ടത്തിരുന്നാലും ഒരു പോരാട്ടം തനിപ്പെട്ട മുറയിൽ വരുമ്പോൾ നാം സോർന്നു പോകും. ഒരു വേള പിൻവാങ്ങിപ്പോകും, ഒരു വേള കർത്തരെ മറുതലിക്കും. അത് കർത്തർക്ക് തെരിയും. അതിനാൽ താൻ കർത്തർ இந்த ശിഷ്യർക്ക് ഉയർത്തെഴുന്നേറ്റ പിൻപ് അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വാർത്ത ചൊല്ലി. എന്നതെന്ന് തെരിയുമാ? യോഹന്നാൻ 20-ാം അധികാരം 22-ാമത് വചനം. ഇപ്പടി സ്തോത്രം ആമൻ മറുതലിച്ച ഭയം നിരുന്ന ശിഷ്യരുടെ നടുവിൽ യേസപ്പ പ്രത്യക്ഷപ്പെട്ടിട്ടൊരു വാർത്തയെ ചൊല്ലി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധികാരം 22-ാമത് വാക്യം. 1 2 3 സ്റ്റാർട്ട്. എന്നെ ചെയ്യണമെന്ന കർത്തർ ചൊല്ലിയത് പരിശുദ്ധ ആവിയെ പെറ്റുകൊള്ളണം. പുരിയുന്നവർ കയ്യെ തട്ടി കർത്തർക്ക് മഹിമയെ കൊടുക്കാം. ആവിயின் അഭിഷേകം ഉങ്ങൾക്കുள்ளே വന്നാൽ நீங்க பின்வாங்கி போக மாட்டே, உண்மையா இருக்கும். அபிஷேக வல்லமையால் நீங்க நிரப்பப்படும். கர்த்தருக்கு நீங்க சாட்சிகளாகும். ஹல்லேலூயா, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ, അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഇപ്പം 40 പിള്ളകൾ ഒരു ക്ലാസ്സുക്കുള്ളിൽ പഠിക്കുവാണെങ്കിൽ ഒരാളായിരിക്കാം ഒരു വേള രക്ഷിക്കപ്പെട്ടവർ, ഒരാള്. അപ്പം 39 പിള്ളകളും ദൈവമക്കളെ ഒരു വേള സ്തോത്രം രക്ഷിക്കപ്പെടാത്തവരായിരിക്കാം. അപ്പൊ എന്നെ നടക്കുമെന്ന് തെരിയുമാ? രക്ഷിക്കപ്പെട്ട இந்த ഒരു പിള്ളക്കെതിരെ 39 മക്കളിൽ നിന്നും പോരാട്ടം വരും. എപ്പടി വരും? സ്തോത്രം. രക്ഷിക്കപ്പെടാത്തവർകൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവരെ സിനിമാ കഥ പറയുന്നവരും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഫിലിം സ്റ്റാർ അസോസിയേഷനുകൾ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കുന്നവരും, പ്രിയപ്പെട്ടവരെ സ്തോത്രം ഈ ലോകത്തിൻ്റെ ഫാഷൻ്റെ പുറകെ പോകുന്നവരും, സ്തോത്രം അതുപോലെ തന്നെ ബാക്കി കുട്ടികളെല്ലാം 50,000 രൂപയുടെ ഫോൺ ഉള്ളവന് 2 ലക്ഷത്തിൻ്റെ വേണം, 2 ലക്ഷത്തിൻ്റെ കാർ ഇരിക്കുന്നവന് ഇനി 10 ലക്ഷത്തിന്, ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ചിന്തയുള്ളവരായിരിക്കും ഈ രക്ഷിക്കപ്പെടാത്ത 39 എണ്ണോ. ഇവർകൾ കൂടെ കൂടെ വന്നിങ്ങനെ ഓരോ കഥകളൊക്കെ നിന്നോട് പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാവിயின் അഭിഷേകം ഇല്ല വിട്ടാൽ നിന്റെ മനസ്സും ചാഞ്ചാടാൻ തുടങ്ങും. കൈ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടുക്കും. உங்களுக்கு தெரியுமா? 39 പിള്ളകളും നിന്നും നിന്റെ വാഴ്ക്കയിൽ പോരാട്ടങ്ങൾ വരും. ഇപ്പോൾ ഈ ആൺപിള്ളകളാണെങ്കിൽ ചിലര് ഈ സ്തോത്രം എന്താ വീടി വലിക്കുന്നവരൊക്കെ കാണും. ഈ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കെല്ലാം അറിയാം. ചിലർ സ്റ്റാമ്പ് രൂപത്തിൽ എന്താ പറയുക മയക്കുമരുന്ന് കഞ്ചാവൊക്കെ വെക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവർകളെല്ലാം ഇങ്ങനെ ആടുവാനും പാടുവാനും ക്ലാസ് കട്ട് ചെയ്ത് ഫിലിം കാണുവാനും സ്തോത്രം പലയിടത്തേക്ക് പോകാനൊക്കെ വരുമ്പോൾ നിന്നെയും വിളിക്കും. നീ വാടാ അവിടെ നിന്ന്. ആമൻ സിഗരറ്റ് വലിക്കാത്തവനാണാണോടാ? സ്തോത്രം. പിള്ളേർ ആരെങ്കിലും സിഗരറ്റ് വലിക്കാതിരിക്കുമോ? സ്തോത്രം. നിനക്ക് നാണാവില്ലടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്തോത്രം പിള്ളകളെ എന്നെ ചെയ്യും? പ്രലോഭിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പെൺപിള്ളേരും ഇപ്പം മോശമൊന്നുമല്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഗേൾസ് സ്കൂളിലാണ്, അയ്യോ ഞാനൊന്നും പറയുന്നില്ല, സ്തോത്രം, അതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇപ്പൊ സ്കൂളുകളിൽ നടക്കുന്നത്. ആരും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ചിന്ന പിള്ളേകളൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ 3 വയസ്സ് തന്നെ കമ്പ്യൂട്ടർ തലയിലും പഠിച്ചോണ്ടാണ് വന്നേക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ரொம்ப ഗവനമായിരിക്കണം. കരമുയർത്തി ഹല്ലേലൂയ പറയും. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ദൈവമക്കളെ സ്തോത്രം. ഇനി ഇപ്പൊ പിള്ളകളുടെ കാര്യം മാത്രം ഞാൻ എടുക്കുന്നില്ല, പെരിയവരുടെ കാര്യവും എടുക്കുക. ഇപ്പം നമ്മൾ പെരിയവരായാലും അപ്പടിതാൻ ഒരു 10 പേര് ഒരു സൈറ്റിൽ നിന്ന് പെയിന്റിങ് വേല ചെയ്യാന്നിരിക്കട്ടെ. നീ ഒരാളായിരിക്കാം,
ഒരു വേള രക്ഷിക്കപ്പെട്ടവൻ. ബാക്കി രക്ഷിക്കപ്പെടാത്ത 9 പേരിൽ നിന്നും നിനക്കും പോരാട്ടം വരും. എങ്ങനെയാണെന്നറിയോ? അവർ ഒരു അരമണിക്കൂർ സ്തോത്രം ബ്രഷ് ഇട്ട് ഇങ്ങനെ 4 വര വരച്ചിട്ട് പിന്നീട് ഹാൻഡ്സ് പൊട്ടിച്ച് ഇങ്ങനെ നല്ല തിരുമി വെച്ച് ചുണ്ടയിൽ വെക്കും. എന്നിട്ട് കിടക്ക ഓരോ തുപ്പും. ഇതിങ്ങനെ പല പ്രാവശ്യം കാണുമ്പം നിനക്കും ഒരാശയം, എന്നായിരിക്കും ഇത്ര ടേസ്റ്റ് വല്ലതും ഉണ്ടായിരിക്കുമോ? മനസ്സിലായോ? പോരാട്ടം വരാൻ തുടങ്ങും. വേറെ ഒരുത്തൻ വീടി വലിച്ചോ നിന്റെ മോത്തേക്ക് തന്നെ ഊതും. സൂക്ഷം. സ്തോത്രം. എന്നിട്ട് പറയും, ഇതൊന്ന് വലിച്ചു നോക്കടാ, സ്വർഗലോകത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഈ പ്രേരണ വരും. ഈ കൂടെ വർക്ക് ചെയ്യുന്ന 9 രക്ഷിക്കപ്പെടാത്തത് ചിലപ്പോൾ വാ തുറന്നാൽ കെട്ട വാർത്ത പേസുന്നതായിരിക്കും. വാ തുറന്നാൽ കെട്ട വാർത്തയായിരിക്കും ഇത് നിങ്ങൾ പറഞ്ഞ് പഠിച്ചിരിക്കുന്നത്. ഇത് പലമുറ കേൾക്കുമ്പോൾ നിന്റെ നാവിലും ഇത് പറയാൻ പ്രേരണ വരും. സ്തോത്രം. ഒന്ന് ചിലവര് ഈ മദ്യമൊക്കെ പോക്കറ്റിൽ ഇട്ടാ വരുന്നത്. സ്തോത്രം. എന്നിട്ട് നിന്നെ പ്രലോഭിപ്പിക്കും, സഹോദരൻ ഒരു ഇച്ചിരി കുടിച്ചു നോക്ക്, ഇത് കുടിച്ചാൽ എല്ലാ ദുഃഖവും മറക്കാം. മനസ്സിലായോ? വലിയ ആനന്ദമാണ്, ഇത് കുടിച്ച ഒരു ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ പ്രേരിപ്പിക്കാൻ തുടങ്ങും. ഞാൻ ഉണ്മയോടെ പറയാം, ആവിയാണവരുടെ അഭിഷേകം ഉനക്കുള്ളേ ഇരുന്നാൽ 9 അല്ല 9,000 പേര് നിന്നെ പ്രലോഭിപ്പിച്ചാലും നീ അവരോട് ചേരില്ല, അവർ നിന്നോട് ചേരും. ഹല്ലേലൂയ. അഭിഷേകമില്ലാതെ പോയാൽ നീ അവരോട് ചേരും. പിള്ളകളെ, 40 അല്ല 4,000 പിള്ളകൾ ഉനക്കെതിരെ വന്നാലും അഭിഷേകം ഇരുന്നാൽ നീ അവരെ ജയിക്കും. അഭിഷേകമുള്ള ഒരു ഏലിയാവെ ജയിക്കാൻ 1,00,000 ജനങ്ങൾക്ക് പറ്റിയില്ല. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് മഹിമയെ കൊടുക്കും. അതുകൊണ്ടാണ് പിന്മാറിപ്പോയ, മറുതലിച്ച, ഭയന്നിരുന്ന ശിഷ്യരുടെ നടുവിൽ കർത്തർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പടി ചൊല്ലി, പരിശുദ്ധ ആവിയെ എന്നെ ചെയ്യണം, പെട്ടുകൊള്ളണം. പക്കത്തിലിരിക്കുന്ന ആളോട് പറ, പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടണം. പറ, നല്ല കുലിക്കൊണ്ട് പറ, പരിശുദ്ധ ആവിയിനാൽ എന്നെ മക്കളെ, പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടണം. സന്തോഷമുള്ളവർ കൈ അടിച്ച് കർത്തർക്കൊന്ന് മഹിമയെ കൊടുത്തേ. എല്ലാവരും ആവിയിൽ അഭിഷേകത്തെ പെട്ടുകൊള്ളണം, പരിശുദ്ധാവിയിനാൽ നിറയണം. കൊച്ചു പിള്ളകൾ മുതൽ പെരിയോർകൾ വരെ എല്ലാവരും പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെടണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏനപ്പടി നിറപ്പപ്പെടണമെന്ന് தெரியுமா? അപ്പോസ്തല നടപടി 1:8. ആമേൻ. ഈ പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെടുന്നത് എതുക്ക്? അപ്പോസ്തല നടപടി 1-ാം അധികാരം 8-ാമത് വാക്യം. ചേർന്ന് വാസിക്കലാമ? അപ്പോസ്തല നടപടി 1-ാം അധികാരം 8-ാമത് വചനം. 1 2 3 സ്റ്റാർട്ട്. അതുകൊണ്ടാ പരിശുദ്ധാവി വരുമ്പോൾ നീങ്ക എന്നെ അടയും, ബലനടയും. സ്തോത്രം. പിശാചെ ജയിക്കുവതற்கு, പാപത്തെ ജയിക്കുവർക്ക്, ഉലകത്തിൻ മോഹത്തെ ജയിക്കുവതற்கு, ജഡത്തെ നമ്മുടെ ചിന്തകളെ, നിലവുകളെ, ഇവയെല്ലാം ജയിക്കുവതற்குള്ള കൃപയെ കർത്തർ തരും. സന്തോഷമുള്ളവർ കരമേർത്തെ. പരിശുദ്ധാവി ഉങ്ങളുടെ മേൽ വരുമ്പോൾ നീങ്ക എന്നെ അടയും, ബലനടയും. അപ്പോഴത് എന്നെ നടക്കും. യെരൂശലേം മുതൽ യൂദയ. സ്തോത്രം. ഞാൻ തിരുവല്ല പകുതിയിൽ പണ്ട് ഊളിയം ചെയ്തിട്ടിരുന്നപ്പോൾ ഇന്തുമാതിരി ചില പിള്ളകൾ ഞങ്ങളോട് ചേർന്ന് അന്ന് ഹെൽപ്പിനുണ്ടായിരുന്നു. കൺവെൻഷൻ കൂട്ടത്തേക്ക് അവരാണ് പായിടുന്നത്, ഓഫറിങ് കളക്ട് ചെയ്യുന്നത്, തൂത്തുവാരുന്നത്, ഭക്ഷണം, എല്ലാ കാര്യവും വളരെ ആക്റ്റീവായി ഞങ്ങളോട് കൂടെ നിന്ന് ഉദവി ചെയ്ത പിള്ളകളുണ്ടായിരുന്നു. നല്ല അഭിഷേകത്തിൽ ആരാധിക്കുന്ന മക്കളാണ് ഇവർ. +2 മുടിച്ച് ഒരു ചിലർ ബോംബെ, ഒരു ചിലർ ഡൽഹി, ഒരു ചിലർ സ്തോത്രം കോയമ്പത്തൂർ, ചെന്നൈ, അങ്ങനെയൊക്കെയുള്ള പല പല സ്ഥലങ്ങളിലേക്ക് പഠിക്കുവാനായി പോയി. ബാംഗ്ലൂർ അടക്കമുള്ള സിറ്റികളിലേക്കൊക്കെ പഠിക്കാൻ പോയി. അപ്പോൾ അവർ 1ാമത് വർഷം അങ്ങേ ചെന്നിട്ട് കൂപ്പിട്ട്, പാസ്റ്ററേ ആമേൻ ரொம்ப കഷ്ടമാണ്. സ്തോത്രം. ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ ജപമേ ഇല്ല, മൊത്തം ജാതീയ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളേജാണ്. പാസ്റ്ററെ ഭയം തോന്നുന്നു, റാഗിങ് ആണ് ഫുള്ള്, ഇവിടെ എല്ലാം റാഗിങ് ആണ്. സ്തോത്രം. ജപിക്കുവാനൊന്നും പറ്റത്തില്ല പാസ്റ്റർ, ரொம்ப കഷ്ടം. മദ്യം, മയക്കുമരുന്ന്, ചീത്തത്തരം എല്ലാം ഉണ്ട് ഇവിടെ. സ്തോത്രം. എന്നെ ചെയ്യണമെന്ന് തെരിയില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, മക്കളെ ഉങ്ങൾക്കുള്ള ഒരുവൻ ഇருக்கு, ഉലകത്തിലുള്ളവനേക്കാൾ പെരിയവരാ.
கையை உயர்த்தி தெய்வத்தை நீங்க கவலைப்படக்கூடாது. தைரியமாய் நீங்க ஒரு ടൈമെ മാറ്റി വെച്ച് സെപ്പറേറ്റാണ് ഒരു ഇടത്ത് പോയി ജപിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അവർ മുതലാമത് വർഷം കോളേജുക്ക് പോയപ്പോൾ സ്തോത്ര റാഗിങ് ഇരുന്ന അന്ത കോളേജുകൾ സ്തോത്രം 4ാമത് വർഷം അന്ത മക്കൾ പഠിച്ച് മുടിച്ച് അങ്ങേ ഇരുന്ന് പോരുമ്പോൾ അവർ ആരാധന സ്റ്റാർട്ട് ചെയ്തിട്ടാ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ഉണ്മയോട് പറയാം, ആവീൻ അഭിഷേകം ഉനക്കുള്ള ഇരുന്നാൽ എന്ത പോരാട്ടവും നിൻ വാഴ്ക്കയെ തകർക്കുകയില്ല, നീ പോരാട്ടത്തെ തകർക്കും. അതുകൊണ്ട് ബൈബിൾ പറയുന്നേ, എൻ നാമത്തിനാൽ അവർ പിശാചുക്കളെ തുരത്തുവാர்கள். റിബലഗടഗണബലം ആതുരഗടഗണബലം. ഇന്ന് രാത്രി ആവീൻ അഭിഷേകം വരുമ്പോൾ നീങ്ക ബലനടയും. യെരൂശലേമിൽ, യഹൂദിയായിൽ, ശമരിയയിൽ, ഭൂമിயின் கடைசி பரியந்தம் கர்த்தருக்கு நீங்க சாட்சிகளாகும். ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേസപ്പ ഈ ശിഷ്യர்களോട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, പരിശുദ്ധാവിയെ പെട്ടുകൊള്ളണം, പരിശുദ്ധാവിക്കായി കാത്തിരിക്കണം, പരിശുദ്ധാവി വരുമ്പോൾ ബലനടയും. അങ്ങനെ കാത്തിരിക്കുന്നതാണ് അപ്പോസ്തല നടപടി 2:1. അവർ കാത്തിരുന്നപ്പോൾ പരിശുദ്ധാവി അവരുടെ മേൽ വന്നു. അപ്പോൾ അവർ എന്നെ പേസി അന്യഭാഷ പേസി. കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. അന്യഭാഷ പേസിയപ്പോൾ എന്നെ നടന്നു. 1 കൊരിന്ത്യർ 14:4 പ്രകാരം ഭക്തിവിരുദ്ധി ഉണ്ടായി. നമ്മൾ ആദ്യം വായിച്ചു അല്ലേ, അന്യഭാഷയിൽ പേസുகிறവൻ എന്നെ നടക്കുന്നു, തനിക്ക് ഭക്തിവിരുദ്ധയും. അപ്പൊ അന്യഭാഷ വരുവതற்கு മുമ്പ് പേതർ തള്ളിപ്പറഞ്ഞു, പിൻവാങ്ങിപ്പോയി, ഭയന്നിരുന്നു. ആനാ അന്യഭാഷ കിടച്ചപ്പോഴോ ഭക്തിവിരുദ്ധി ഉണ്ടായി. അപ്പൊ എന്നെ നടന്നത് 2-ാം അധികാരം 14-ാമത് വചനം. അപ്പോസ്തല നടപടി 2-ാം അധികാരം 14-ാമത് വചനം. നമുക്കല്ലെങ്കിൽ ആ 2 വാർത്ത കൂടെ ഒന്നുകൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധികാരം 4-ാമത് വചനവും 14-ാമത് 2 വാക്യം കൂടെ ചേർന്ന് വായിക്കാം. മുതലാമത് 4-ാമത് വാക്യം വായിക്കാം. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. അപ്പം 4-ാമത് വാക്യത്തിൽ ഇവർ വെവ്വേറെ ഭാഷകളിൽ പേശി തുടങ്ങി. അപ്പൊ എന്നെ നടന്നു. 14-ാമത് വാക്യം. അപ്പൊഴുത് പേതർ 11 പേരോട് കൂടെ നിന്ന് അവർകളെ നോക്കി ഉറച്ച ശബ്ദമായി കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? അന്യഭാഷ കിടക്കുന്നതിന് മുമ്പ് ഭയന്നിരുന്ന ശിഷ്യൻ, നീങ്ക യേശുവോട് കൂടെയുള്ളാലേ ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞു ഓടിയ ശിഷ്യൻ, സ്തോത്രം, പേടിച്ച് കതകെ പൂട്ടിയിരുന്ന ശിഷ്യൻ, പരിശുദ്ധാവിൻ അഭിഷേകം വന്ന് അന്യഭാഷ പേസിക്കഴിഞ്ഞപ്പോ, ഭക്തിവിരുദ്ധി ഉണ്ടായപ്പോ, അവൻ ജനത്തിന് നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഭയം മാറി, പേടി മാറി, ഉറച്ച ശബ്ദമായി വിളിച്ചു പറഞ്ഞു, യേശുവിലല്ലാതെ രക്ഷിപ്പില്ല. നീങ്ക ക്രൂശിച്ച യേശു താൻ ഉണ്മയിലെ ദേവൻ. കയ്യെ ഉയർത്തി കർത്തർക്ക് മഹിമയെ കൊടു. ധൈര്യമായി വിളിച്ചു പറഞ്ഞു. ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ നടന്നെന്ന് തെരിയുമാ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല നടപടികൾ തന്നെ. ആമേൻ, സ്തോത്രം. അതിനുടെ 2-ാം അധികാരം 40-ാമത് വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികൾ, സ്തോത്രം, അതിനുടെ 2-ാമത്തെ അധികാരം 40-ഉം 41-ാമത്തെ വായിച്ചാൽ മതി. അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. 41. 1 2 3 സ്റ്റാർട്ട്. അപ്പൊ എത്ര പേര് അന്നേക്ക് ജ്ഞാനസ്നാനം എടുത്തു? എത്ര മുறை അഭിഷേകം അന്യഭാഷയെ പേസുവതർക്ക് മുമ്പ് എത്ര മുறை പേതർ മറുതലിച്ചു? 3 മുறை മറുതലിച്ചു. അന്യഭാഷ പേസിയപ്പോൾ സ്തോത്രം ഒരൊറ്റ പ്രസംഗത്തിൽ എത്ര പേര് ജ്ഞാനസ്നാനം എടുത്തു? സ്തോത്രം. 3 മുறை അന്യഭാഷ വരുന്നതിന് മുമ്പ് മറുതലിച്ച പേതറിനെ അന്യഭാഷ കിടച്ചതക്ക് പിൻപ് ഒരൊറ്റ ചെയ്തതിനാൽ 3000 പേരെ ജ്ഞാനസ്നാനം കൊടുക്കുവാൻ എൻ കർത്തർ பயன்படுத்தி. அப்படியானா நீங்க அந்நிய பாஷை பேச தொடங்கியால் நீ ஆளு மாறும், பயம் மாறும், பின்மாற்றம் மாறும். நம்பிக்கையுள்ளவர் கையை அடிச்சு கர்த்தருக்கு ரிபலகட கர்த்தர் உன்னை பயன்படுத்தும். அக்னி நாவுள்ள தீர்க்கதரிசி போலே அல்கபல பௌஷான பலபர பலபரபா தைரியம் வரும். ரிபலகட கர்த்தர் உங்களை பலப்படுத்தும். கர்த்தரின் சக்தி வெளிப்படும். ഓ ജീസസ് ജീസസ് ജീസസ്. എത്ര പേർ ഒപ്പുകൊടുത്ത കർത്തരെ ആരാധിക്കും? യേശുവിന്റെ മഹിമ
അല്ലല്ലോ. ഈ അന്യഭാഷ ഉള്ളവര് അന്യഭാഷ പേശി ആരാധിക്കുമ്പം ഇല്ലാത്തവര് ഉങ്ങൾക്കത് കിടക്കണമെങ്കിൽ നീങ്കയും ഉത്സാഹമാ കയ്യെ തട്ടി ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കണം. ഹല്ലേലൂയായോ സ്തോത്രമോ ചൊല്ലി കർത്തരെ സ്തുതിച്ചിട്ടേ ഇരിക്കണം. അപ്പടി തുതിക്കുന്നവർക്കാണ് ഭാഷാപരവും കർത്തർ കൊടുക്കുന്നത്. ചേർന്ന ദൈവത്തിന് മകത്വം കൊടുക്കുക. അപ്പം അത് നിങ്ങൾക്കത് നല്ല പുരിയണം. ഇവർകൾ ഈ അന്യഭാഷ ഇരിക്കുന്ന മക്കള് നല്ല ആരാധിക്കുന്ന സമയം നീങ്ക അമൈതിയായിരിക്കൂടാതെ കൈതട്ടി ഹല്ലേലൂയ പേശി നീങ്കയും കർത്തരെ തുതിക്കണം. അപ്പോൾ അത് അഭിഷേകം ഉങ്ങൾക്കും കിടക്കും. പുരിയുന്നവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സിലാക്കണേ, അന്യഭാഷ വരുന്നതിന് മുമ്പ് പേദർ ഭയന്നു പോയി. അന്യഭാഷ കിടച്ചു കഴിഞ്ഞപ്പോൾ ഉറക്കെ യേശുവിനെ പ്രസംഗിക്കാൻ വല്ലമയുള്ളവനായി മാറി. യേശു കർത്താവിനെ പ്രസംഗിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവല്ലായിൽ ഞാൻ കർത്തരുടെ ഊഴിയം ചെയ്യുന്ന കാലത്ത് അവിടെ ജോയി എന്നും ഉഷ എന്നും ഒക്കെ പേരുള്ള ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവുമാണ് അവർ, ജോയി ചായനും ഉഷ ആൻറ്റിയും. അപ്പം ഈ ഉഷ ആൻറ്റി അവിടെ അടുത്തൊരു IPC ചർച്ചിൽ പോയി രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് അന്യഭാഷയൊക്കെ പ്രാപിച്ച് വീട്ടിലിങ്ങനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ജോയി ചാൻ പ്രശ്നം ഉണ്ടാക്കി. ജോയി ചാൻ കുടിക്കുന്ന ആളാണ്. അപ്പം ഇദ്ദേഹം കുടിച്ചേച്ച് വന്നിട്ട് ഉഷയാൻറ്റി അടിക്കും. സ്തോത്രം. ഇങ്ങനെ കുനിച്ചു നിർത്തിയേച്ച് നെഞ്ചിനൊക്കെ ഇടിക്കും. ഇങ്ങനെ ഈ പുറം ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഇടിക്കും കുനിച്ചു നിർത്തിയേച്ച്. സ്തോത്രം. ഈ ബാൻഡ് അടിക്കുന്ന പോലെ ഭും ഭും എന്നും പറഞ്ഞ് ഇടിച്ച് ഇടിക്കുന്ന സമയത്ത് നീ പോവോടി പെന്തക്കോസ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇടിക്കുന്നത്. നീ ഇനി പോവോ പെന്തക്കോസിൽ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കും. ഇടിച്ച് ഈ അമ്മാമ്മ ഇടി കൊള്ളുമ്പോഴെല്ലാം സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമക്കളെ സ്തോത്രം. കുറച്ച് സമയം കഴിഞ്ഞ് ജോയിച്ചാൻ്റെ കലിപ്പെല്ലാം തീർന്ന് ജോയിച്ചാൻ അണച്ചു തല്ലി ചെയറിൽ പോയിരിക്കും. സ്തോത്രം. ചെയറിൽ പോയി ഇരുന്നേച്ച് ഇങ്ങനെ പല്ല് കടിച്ച് കലി പൂണ്ട് ഇനി നീ പോവോടി പെന്തക്കോസി എന്ന് ചോദിക്കും. അപ്പം നേരെ ഈ ഉഷമാമയുണ്ടല്ലോ ഇങ്ങനെ പിരിഞ്ഞെണീക്കും. യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞ് ഈ പാവ ഇടിയെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. ഷബൽഖമാന അധുരാ വൈഷമന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അന്യഭാഷയൊക്കെ പ്രാർത്ഥിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് അമ്മാമ്മ പതിയെ എഴുന്നേക്കും. എന്നിട്ട് ജോയിച്ചാനെ നോക്കിയ ചോറ് പോവൂ അച്ഛാ പെന്തക്കോസില്, നിങ്ങളെയും കൊണ്ടുപോകും എന്ന് പറയും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? ജോയിച്ചാൻ ഇടിച്ചിടിച്ച് ജോയിച്ചാൻ്റെ കൈ പോയതല്ലാതെ അഭിഷേകമുള്ള ഉഷമാമയുടെ വിശ്വാസം തകർക്കാൻ ജോയിച്ചാന് പറ്റിയില്ല. അവസാനം ഈ ജോയിച്ചാനെ ഇടിച്ച ഈ ഉഷമാമേനെ ഇടിച്ച അച്ചാനുണ്ടല്ലോ, ആമൻ കടൈസിയിൽ ഈ കറുത്ത പുസ്തകം എടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. കാരണം അവിടെ അടുത്തെങ്ങാണ്ടുള്ളൊരു പുഷ്പഗിരി, അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. ആ മെഡിക്കൽ കോളേജിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പുഷ്പഗിരിയാണോ മെഡിക്കൽ മിഷനാണ്, രണ്ടും അവിടെ അടുത്തുള്ള ആശുപത്രി. അതിലേതോ ഒരു ആശുപത്രിയിൽ ഈ ജോയിച്ചായൻ്റെ ലങ്സിന് ഹോള് വീണ് പ്രിയപ്പെട്ടവരെ വെന്റിലേറ്ററിൽ ഇനി രക്ഷപ്പെടില്ല എന്നും പറഞ്ഞ് വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ടിരിക്കുന്ന സമയം ഉൾബോധമുണ്ടായിരുന്നു. ജോയിച്ചാൻ ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ഹൃദയം പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഭാര്യ ഉഷയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു കർത്താവേ, അതിന് കിട്ടിയ ശിക്ഷയാ. അങ്ങയുടെ വചനത്തെയും അങ്ങയെയും ഞാൻ ഒരുപാട് തള്ളിപ്പറഞ്ഞു. ഒരവസരം ജോയിക്ക് തരുമോ? ഒരേ ഒരു അവസരം താ കർത്താവേ, ഞാൻ ഇനി ബൈബിൾ എടുത്ത് ഉയർത്തി നിന്നെ സേവിച്ചോളാം എന്നും പറഞ്ഞ് ആശുപത്രിയുടെ വെന്റിലേറ്ററിൽ കിടന്ന് ഈ മാതിരി ഇടിയിടിച്ച ജോയിച്ചാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വെളിച്ചം അച്ചാൻ്റെ മേൽ ഇറങ്ങി. അതിനുശേഷം പോയി ചെക്ക് ചെയ്തപ്പോൾ സകല ഹോളുകളും അടഞ്ഞുപോയി. അങ്ങനെ അച്ചാൻ തിരിച്ചു വന്ന് ഉഷമാമയോടുകൂടെ അവിടെ IPC ചർച്ചിൽ ആരാധിക്കാൻ പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് അഭിഷേകത്തിന്റെ ശക്തി വന്നാൽ ഒരുത്തന്റെ അടിക്കും ഇടിക്കും എന്റെ വിശ്വാസം അഴിക്കാൻ കഴിയില്ല. അന്യഭാഷയിൽ പേശുகிறവൻ തനിക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാകും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് പുരിയുന്നു? പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെട്ടുകൊള്ളണം. അന്യഭാഷ പേശി കർത്തരെ ആരാധിക്കണം. ഹല്ലേലൂയ. ഓ റബല ഘടകന ഗധുരാന ബസ് ഘടകന ബല അശമന ഘടകന ബൽഖമധുരാന ബസ് ഘടകന ബല. ഇന്ന് രാത്രി എത്ര പേർക്ക് വാഞ്ചയുണ്ട്? അഭിഷേകത്തിന്റെ വല്ലമായി ഊറ്റപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാവരും നാം അഭിഷേകത്തിൽ നിറപ്പപ്പെടാനും നമ്മുടെ പിള്ളകൾ അഭിഷേകത്തിൽ നിറപ്പപ്പെടാനും ജപിക്കണം. ആമേൻ. ചേർന്ന കർത്തർക്ക് മഹിമയെ കൊടുക്കാം. ഒത്തിരി സാക്ഷികളുണ്ട്. കാരണം പണ്ട് കാലത്തുള്ള ഊളിയർകളൊക്കെ പിടിച്ചു നിന്നത് അഭിഷേക ബലം ഇരുന്നതിനാലാ.
PhD സർട്ടിഫിക്കറ്റ് ഇരുന്നതിനാലും എഞ്ചിനീയറിങ്ങിൻ്റെയും ബിരുദത്തിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റ് ഇരുന്നത് കൊണ്ടൊന്നുമല്ല. അവർ ബലപ്പെട്ടത് പരിശുദ്ധാവിയുടെ ബലത്തിനാലാ. സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിന് മഹിമ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളെ, പരിശുദ്ധാവിൻ വല്ലമയാൽ നിറപ്പപ്പെട്ടാൽ അന്യഭാഷയിൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ബലം കിടക്കും, ശക്തി ലഭിക്കും. ഭക്തിവിരുദ്ധി ഉണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ഇനി ഒരു അനുഭവം കൂടെ നിങ്ങളോട് പറയും. ഇവിടെ മണത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു AG ചർച്ചിലെ കർത്താവിൻ്റെ ദാസനായിരുന്നു, സ്തോത്രം, AG ചർച്ചിലെ കർത്താവിൻ്റെ ദാസൻ്റെ മകളായിരുന്നു പ്രിൻസി എന്ന് പറയുന്ന ഒരു കൊച്ച്. അപ്പം സ്തോത്രം, ഈ പ്രിൻസി മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു പ്രിൻസി മോള്. ദൈവമക്കളെ, ഈ കൊച്ച് എപ്പോഴും കൂട്ടമൊക്കെ നടക്കുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും, ഒരു ഉണർവില്ല, ഒരു ഉത്സാഹമില്ലാത്തൊരു മോളായിരുന്നു പ്രിൻസി. അപ്പം ഈ പപ്പയ്ക്കും മമ്മിക്കൊക്കെ കുറേ സങ്കടമുണ്ട് ആ കൊച്ചിൻ്റെ ആ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ. പഠിക്കാനും ഉത്സാഹമില്ല, പ്രാർത്ഥിക്കാനും ഇല്ല, എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങി നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മ സഹോദരിമാരുടെ മീറ്റിങ്ങിൽ വചനം പേശിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പ്രിൻസി മോൾ ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. തൂണെ ചാരി വായും പൊളിച്ചിരുന്ന് ഉറങ്ങുക പ്രിൻസി. സ്തോത്രം. അപ്പൻ എന്തോ കാര്യത്തിന് വെളിയെ പോയി ചർച്ചിൻ്റെ ജനൽ വഴി ഇങ്ങനെ നോക്കിയപ്പോൾ അമ്മ, സ്തോത്രം, സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ചെയ്തു കൊടുത്തിട്ടിരിക്കുന്നു. മകൾ തൂണെ ചാരി വാ പൊളിച്ചിരുന്ന് ഉറങ്ങുന്നു. അപ്പന് കലി കയറി. പപ്പ എന്ത് ചെയ്തെന്നറിയോ? അവിടെ ഒരു വലിയ തോട്ടിക്കമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ തോട്ടിക്കമ്പ് എടുത്ത് ഈ ജനൽ വഴി ഇട്ട് ഇവക്കൊട്ടൊരു ഒറ്റ കുത്തു വെച്ച് കൊടുത്തു. സ്തോത്രം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേ, കൂട്ടം നടന്നുകൊണ്ടിരിക്കുക, ജനം നോക്കുമ്പോൾ ആളെ കാണുന്നില്ല, ഒരു കമ്പിറങ്ങി വരുന്നു, ഇവക്കൊട്ടൊരു കുത്തു കിട്ടിയത് ഇവള് ഞെട്ടി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അപ്പൻ കണ്ണുരുട്ടി. സ്തോത്രം. നാശം പിടിച്ച ജന്മം, എന്നെ നാണം കെടുത്താൻ ജനിച്ചത് എന്ന അർത്ഥത്തിൽ ആ ഒരു കോപം കൊണ്ട്, സ്തോത്രം, അപ്പൻ കുറേ കൊച്ചിനെ വഴക്ക് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ മോൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും കൂട്ടച്ചിരിയായി ഇത് കണ്ടിട്ട്. പിന്നീട് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി. പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവത്തിന് ശേഷം ആ മോള് ചർച്ചിനകത്തിരുന്ന് ഇങ്ങനെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പായിട്ട്, കർത്താവേ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? സ്തോത്രം. ഒരു കഴിവും എന്നെ കൊണ്ടില്ല, പഠിക്കാനും കൊള്ളത്തില്ല, പ്രാർത്ഥിക്കാനും കൊള്ളത്തില്ല, എൻ്റെ പപ്പയ്ക്കും മമ്മയ്ക്കും പോലും എന്നെ വേണ്ട. എല്ലാവരുടെ മുമ്പിലും ഒരു പാഴ് ജന്മമായി, കഴുതയായി, കഴിവില്ലാത്തവളായി എന്തിനാണ് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്? യേശു കർത്താവേ, എനിക്ക് എപ്പോഴും അങ്ങ് ഉറക്കം വരികയാണ്, എനിക്ക് പറ്റുന്നില്ല. തൻ്റെ സങ്കടമെല്ലാം ഒരു കുഞ്ഞിനെ പോലെ ആ കുട്ടി അവിടെ ഇരുന്ന് കരഞ്ഞ് യേശുവിനോട് പറയാൻ തുടങ്ങി. നിങ്ങൾക്കറിയോ, ആ മോള് ആ ചർച്ചിൻ്റെ ഹോളിൽ സങ്കടം പറഞ്ഞ് യേശുവിനോട് കരഞ്ഞ് അവളെ വിട്ടെഴുന്നേൽക്കുന്നതിന് മുമ്പ് ദൈവശക്തി അവിടെ മേലേക്ക് കർത്താവ് പകർന്നു. പ്രിൻസിമോടെ മേൽ പരിശുദ്ധാത്മ നിറവ് വ്യാപരിച്ചു. അവൾ അപ്പായിലിരുന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് ആദ്യമായി അന്യഭാഷയിൽ കർത്തരെ സ്തുതിച്ചു. ഒരു ഊഴിയക്കാരനും അവിടെയും ജപിച്ചില്ല, ആരും കാത്തിരിപ്പ് യോഗം നടത്തിയില്ല. പക്ഷേ പരിശുദ്ധാവിൻ വല്ലമേ അത് പിള്ളയിന്മേൽ വ്യാപരിച്ചു. അവൾ അന്യഭാഷകൾ പേശി ഉച്ചത്തിൽ കർത്തരെ സ്തുതിക്കാനിട വന്നു. ഈ പ്രിൻസി അഭിഷേകം പ്രാപിച്ചതിന് പിൻപ് അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഇവൾ കാലയിൽ 5 മണിക്കോ മറ്റോ എണീറ്റ് ജപം തുടങ്ങും. സ്തോത്രം. എൻ്റെ വൈഫൊക്കെ ആ ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവൾ നേരിട്ട് കണ്ട കാര്യമായതുകൊണ്ടായി പറയുന്നത്. കരമേർത്തെ കർത്താവിന് മഹിമയെ കൊടുക്കാം. പ്രിയപ്പെട്ടവളെ, എന്നും കാലയിൽ 5 മണിയൊക്കെ കഴിയുമ്പോഴേ പ്രിൻസിമോൾ എഴുന്നേറ്റ് ചർച്ചുക്കുള്ളേ വന്ന് ആരാധന തുടങ്ങും. ഈ ഞായറ്റുകിഴമേ പ്രിൻസി കാലയിലെ ജപം മുടിച്ചിട്ട് സഭയ്ക്കകത്ത് വന്ന് സഭ മുഴുവൻ തൂത്തുവാരി പായിട്ട് ചെയറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്തിടും. അതിനുശേഷം തിരുവിരുന്നുള്ള ദിവസങ്ങളിൽ അപ്പായെ സഹായിക്കും തിരുവിരുന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് അവൾ കുളിച്ചൊരുങ്ങി. ഒരു 8 മണിക്കാണ് ആരാധന തുടങ്ങുന്നതെങ്കിൽ 7:30 കഴിയുമ്പോഴേ പ്രിൻസിമോൾ നേരത്തെ വന്ന് പായിലിരുന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. അഭിഷേകം പ്രാപിച്ചപ്പോൾ അവൾക്കുണ്ടായ മാറ്റമാണ്. അവൾ തന്നെ പായിലിരുന്ന് 7:30 മുതൽ സ്തോത്രം ചെയ്യും. അപ്പം ചില ആളുകളൊക്കെ നേരത്തെ സഭയ്ക്കകത്ത് വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ദൂരെയൊക്കെ ഉള്ളവർ
8 മണിക്കാണ് ആരാധന തുടങ്ങുന്നതെങ്കിലും 7:30 7:45 ആകുമ്പോൾ കുറേ പേരൊക്കെ വരും. ഇവർ വന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് പതിവ്. എന്നാൽ പ്രിൻസിമോൾ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് അവൾ നേരമേ വന്ന് ഇങ്ങനെ സ്തോത്രവും അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് വർത്തമാനം പറയാൻ തോന്നില്ല. അവരും എന്നെ ചെയ്യാൻ തുടങ്ങി, എന്ത് പിള്ളയോട് ചേർന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, 8 മണിക്കാണ് ആരാധനയെങ്കിൽ 7:30 മുതൽ സഭയ്ക്കകത്ത് സ്തോത്രം വെളിപ്പെടുന്നതിനാൽ ആരാധനയിൽ അഗ്നി ഇറങ്ങാൻ തുടങ്ങി. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അളവറ്റതായി ആരാധനയിൽ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ് സ്തോത്രവും സ്തുതിയും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. അപ്പൊ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹിമപ്പെടുത്തുന്നതല്ലേ ബൈബിൾ പറയുന്നത്. അങ്ങനെ ഈ കൊച്ച് സ്തോത്രം ആമേൻ ഈ അന്യഭാഷകളിലൊക്കെ ആരാധിക്കാൻ തുടങ്ങി. ആമേൻ. ഇവൾ പിന്നീട് ബാൻഡ് അടിക്കാൻ തുടങ്ങി. ദൈവദാസന്മാര് ചർച്ചിൽ വന്ന് വചനം പറയുമ്പം ചടപടയേന്ന് ഈ മോൾ എഴുന്നേറ്റ് ആമേൻ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവൾ പെൺകൾ കൂട്ടം ലീഡ് ചെയ്യാനും പ്രസംഗിക്കാനും ചെയ്തു കൊടുക്കാനും തുടങ്ങി. ഇതിവളുടെ ആവിക്കുറിയ വാഴ്ക്കയിൽ മാത്രമല്ല, ആ വർഷം അവൾ എല്ലാ സബ്ജക്റ്റിനും പാസ്സായി. 10ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റായി. +2 കയറിയപ്പോഴേക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഇവൾ ഇതുപോലെ ഒന്നാമതായി. അവൾ ഡിഗ്രി, ഹയർ ഡിഗ്രി ഒക്കെ പാസ്സായപ്പോഴേക്കും റാങ്ക് ലെവലോടെ അവൾ പാസ്സായി. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ആ ദൈവദാസൻ ഞങ്ങളെ ഈ പ്രിൻസിമോളുടെ വിവാഹം വിളിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരുപാട് സന്തോഷമായി. ഒരു നല്ല ഊഴിയക്കാരനെയാണ് അവളിപ്പോൾ തിരുമനം ചെയ്യുന്നത്. ഹല്ലേലൂയ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ ആർക്കും വേണ്ടാതെ കഴുതയായി ഉറക്കം തൂങ്ങിക്കിടന്നവള് തൻ്റെ ഹൃദയത്തിൻ്റെ സങ്കടം യേശുവിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്തർ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് അന്യഭാഷ. അന്യഭാഷ പേശി തുടങ്ങിയപ്പോൾ ബൈബിൾ പ്രകാരം ഭക്തിവിരുദ്ധി ഉണ്ടായി. ആടിമുടി അവളുടെ വാഴ്ക്കയെ മാറി. അതുകൊണ്ട് പരിശുദ്ധാവീൻ അഭിഷേകം എന്ന പേതർ മാറിയത്, യോവാൻ മാറിയത്, ശിഷ്യர்களுടെ ഭയം മാറിയത്. ഇന്ന് രാത്രി ഈ അഭിഷേകം ഉങ്ങളുടെ വാഴ്ക്കയിൽ വന്നാൽ നിങ്ങളും ആള് മാറും. നമ്പിക്കയുള്ള എത്ര പേരുണ്ട്? അന്യഭാഷയിൽ പേസുகிறവൻ തനിക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാകാൻ യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞു വന്നത്, പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട് അന്യഭാഷ പേശി തുടങ്ങുമ്പോൾ നിങ്ങളുടെ വാഴ്ക്കയിൽ ഭക്തിവിരുദ്ധിയുണ്ട്. അപ്പൊ ചിലർക്കൊരു സന്ദേഹം ഒരിക്കും, ചുമ്മാ എങ്ങനെ അന്യഭാഷ കലവിലാന്ന് പേശിയെ എപ്പടി ഭക്തിവിരുദ്ധി ഉണ്ടാകും എന്നൊക്കെ ഒരു ചിലർകൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷ തരുന്നത് സർവ്വവല്ലമയുള്ള ദേവാവിയാണ്. അന്യഭാഷയിലൂടെ ദേവനെ പുകഴ്ത്തുകയാണ്. അതിനാൽ ദേവനുടെ സാന്നിധ്യം നമ്മുടെ വാഴ്ക്കയിൽ വെളിപ്പെടും. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയും. നമ്മൾ ഈ ജനറേറ്റർ ഒക്കെ കൊണ്ടുവരുമല്ലോ. എന്തിനാ? കൺവെൻഷൻ കൂട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ജനറേറ്റർ കൊണ്ടുവരാറുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഈ ജനറേറ്റർ മാത്രം നമ്മൾ അകത്ത് വെക്കാറില്ല. ഇങ്ങനെ ഈ സൗണ്ട് സിസ്റ്റംസ്, കീബോർഡ്, മിക്സർ യൂണിറ്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമ്മൾ അകത്ത് വെക്കും. പക്ഷെ ജനറേറ്റർ മാത്രം എവിടെ വെക്കും? വെളിയെ വെക്കും. എന്തുകൊണ്ടാ? ഈ ജനറേറ്റർ എന്തുണ്ടാക്കും? ബഹളം ഉണ്ടാക്കും. സ്തോത്രം. ഇവനെ അകത്ത് വെച്ചാൽ പിന്നെ അവൻ്റെ ശബ്ദം അല്ലാണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ജനറേറ്റർ ശബ്ദമുണ്ടാക്കും. ശബ്ദമുണ്ടാക്കുക മാത്രമല്ല, പുകയും തുപ്പും. അപ്പം ഇത് രണ്ടും നമുക്ക് യോഗ്യമല്ല. അപ്പം പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ ജനറേറ്റർ ശബ്ദം ഉണ്ടാക്കുന്നവനാണെന്ന് അറിയാലോ. എന്നാൽ പിന്നെ അതിനെ കൊണ്ടുവരാണ്ടിരുന്നാൽ പോരെ? എന്തിനാ ഇത്രയും കാശ് കൊടുത്ത്? ലക്ഷക്കണക്കിന് രൂപയൊക്കെയാ നല്ല ജനറേറ്ററിൻ്റെ ഒക്കെ വില. ഈ ലക്ഷങ്ങൾ മുടക്കി എന്തിനാണ് ഇതിനെ മേടിച്ചു കൊണ്ടുവരുന്നത്? അത് നമുക്കൊരു കാര്യം അറിയാം. കാര്യം, ജനറേറ്റർ ശബ്ദമുണ്ടാക്കുമെങ്കിലും ഇവൻ ശബ്ദമുണ്ടാക്കുമ്പോഴാണ് ശക്തി വരുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പടിതാനേ. സ്തോത്രം. ആമേൻ. ഇവൻ എത്രത്തോളം ശബ്ദമുണ്ടാക്കുമോ
അത്രയും ശക്തി ഉണ്ടാവുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കരമടിച്ച് ഉച്ചത്തിൽ പരിശുദ്ധാവിൻ നിറവിൽ അന്യഭാഷകളൊക്കെ പേശി കർത്തരെ തുതിക്കുമ്പോൾ പുറമേ ഉള്ളവർക്കിത് ശബ്ദമാണെങ്കിലും അകത്തനുഭവിക്കുന്നവർക്കറിയാം കോട്ടകളെ മെതിക്കുന്ന ദേവവല്ലമൈ അങ്ങേ വെളിപ്പെടുകയാണ്. ശാപങ്ങൾ തകരുകയാണ്, ബന്ധനങ്ങൾ അഴിയുകയാണ്, നോയിൻ കെട്ടുകൾ അഴിയുകയാണ്, വ്യാധികൾ ഉടയുകയാണ്. അന്യഭാഷയിൽ പേസുகிறവർ ഭക്തിവിരുദ്ധി ഉണ്ടാകും അളവിൽ ദേവനുടെ വല്ലമേ പ്രാപിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പുരിയുന്നു? നീ ചുമ്മാ ശബ്ദം വെക്കുകയല്ല, നീ കർത്തരെ തുതിക്കുമ്പോൾ അങ്ങേ വിടുതൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചേർന്ന ദൈവത്തിന് മഹിമയെ കൊടുക്കാം. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിച്ച് നമുക്ക് മുടിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധികാരം 4-ാമത് വചനം ഒരു മുറയിൽ കൂടെ വായിച്ച് നമുക്ക് രാത്രി സെക്ഷൻ അവസാനിപ്പിക്കാം. ബാക്കി നാളെ പകലും രാത്രിയും നമുക്ക് പഠിക്കാം. 1 2 3 സ്റ്റാർട്ട്. വായിച്ചോളൂ. അന്യഭാഷ ഉള്ളവന് ഭക്തിവിരുദ്ധി ഉണ്ടാകില്ല. അന്യഭാഷ പേസുന്നത് കാണുന്നവന് ഭക്തിവിരുദ്ധി ഉണ്ടാകില്ല. അന്യഭാഷകൾ പേസുന്നത് കേൾക്കുന്നവന് ഭക്തിവിരുദ്ധി ഉണ്ടാകില്ല. അന്യഭാഷ പേസുന്നവനാ ഭക്തിവിരുദ്ധി. പുരിയുന്നവർ കൈ ഉയർത്തി അല്ലേ? അപ്പോൾ അതുകൊണ്ട് അന്യഭാഷകൾ കിടക്കാത്തവർക്ക് അത്രത്തോളം ഭക്തിവിരുദ്ധി ഉണ്ടാകില്ല. അന്യഭാഷ കിടച്ചാലും യൂസ് ചെയ്യാത്തവർക്ക് ഭക്തിവിരുദ്ധി ഉണ്ടാവില്ല. കൈ ഉയർത്തി ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എനിക്ക് നല്ല ദാഹമുണ്ട്. ഈ ഫ്ലാസ്കിലെ വെള്ളം ഞാൻ കണ്ടതുകൊണ്ട് എൻ്റെ ദാഹം മാറില്ല. ഈ ഫ്ലാസ്കിലെ വെള്ളം മണത്തത് കൊണ്ട് എൻ്റെ ദാഹം മാറില്ല. ഈ ഫ്ലാസ്കിലെ വെള്ളത്തെ തൊട്ടത് കൊണ്ട് എൻ്റെ ദാഹം മാറില്ല. ഈ വെള്ളം എൻ്റെ അകത്ത് ചെല്ലുമ്പോഴാണ് എൻ്റെ ദാഹം മാറുന്നത്. ഇതുപോലെ അന്യഭാഷ ഉള്ളവന് ഭക്തിവിരുദ്ധിയില്ല. അന്യഭാഷ പേസുന്നത് കാണുന്നവനും കേൾക്കുന്നവനും ഭക്തിവിരുദ്ധിയില്ല. അന്യഭാഷ പേസുന്നവന് ഭക്തിവിരുദ്ധി ഉണ്ടാകും. പ്രിയനവർ കൈ ഉയർത്തി ഹല്ലേലൂയ. അപ്പോൾ അതിനാൽ നിങ്ങൾ എന്നെ ചെയ്യണം? അന്യഭാഷ പേസണം. ഇതിന് ഞാൻ ആ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടെ വരാം. ജനറേറ്റർ, 2 ജനറേറ്റർ നമ്മൾ കൊണ്ടുവരികയാണ്. ഒരേപോലെ കണക്ഷൻ കൊടുത്തിടുകയാണ്. ഒരു 5 ലക്ഷം രൂപ വില വരുന്ന, സ്തോത്രം, ഒരേപോലെ വാട്ട്സ് ഔട്ട്പുട്ടുള്ള നല്ല പവർ ജനറേറ്റ് ചെയ്യുന്ന 2 ജനറേറ്ററുകൾ ഒരേ സമയം നമ്മൾ കൊണ്ടുവരികയാണ്. 2ൻ്റെയും കണക്ഷൻ ഒരുപോലെ കൊടുത്തു വെക്കുകയാണ്. സ്തോത്രം. ഒരു ജനറേറ്റർ മാത്രം പ്രവർത്തിക്കുന്നു, മറ്റേത് പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, സ്തോത്രം, പ്രവർത്തിക്കുന്നതിൽ നിന്ന് കറണ്ട് വരും, പ്രവർത്തിക്കാത്തതിൽ നിന്ന് എന്ത് വരില്ല? കൈ ഉയർത്തി ഹല്ലേലൂയ പറയാം. 2 ജനറേറ്ററും ഒറിജിനലാണ്, ഒരേപോലെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നതിൽ നിന്നും മാത്രമാണ് കറണ്ട് വെളിയെ വരുന്നത്. ഇതുപോലെ അന്യഭാഷ ഉങ്ങൾക്ക് ഇരുന്നാൽ, സ്തോത്രം, നിങ്ങളുടെ വാഴ്ക്കയിൽ മാറ്റം വരില്ല. അന്യഭാഷ ഇരിക്കുന്ന നീങ്കെ അന്ത അന്യഭാഷയെ പേശി ഭയപ്പെടുത്തുമ്പോഴാണ് നിങ്ങളുടെ വാഴ്ക്കയിൽ വിടുതൽ നടക്കുന്നത്. പുരിയുന്നവർ അതുകൊണ്ട് കയ്യെ തട്ടി കൊഞ്ച നേരം പരിശുദ്ധാവി ഉങ്ങൾക്ക് കൊടുത്ത അന്യഭാഷകളെ പേശി ദേവനുക്ക് അൽക്കനബല കടകണബസി അപ്പടിയേ അപ്പടി അപ്പടിയേ എല്ലാവരും നല്ല വായെ തുറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. അന്യഭാഷകൾ ഇല്ലാത്തവര് ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കാം. യേശുവിന്റെ മഹത്വം മഹത്വം മഹത്വം, യേശുവിന്റെ മഹിമൈ മഹിമൈ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. നന്ദി ആവിയാണവരേ, നന്ദി ആവിയാണവരേ, നന്ദി ആവിയാണവരേ. അഭിഷേകത്തിന്റെ വല്ലമയുള്ള ഒരു സമൂഹം എളുമ്പി വരട്ടെ ബാബാ. അൽക്കാ നബശന്തര ധീബൽകമതുരാന ബലബ വൈഡമസ്യ ഘടക